പാർട്ട് ടൈം ആയിട്ടായാലും സാറിന്റെ ഒരു മനസ്സുകൊണ്ട് ഫുൾ ടൈം ആയിട്ടാണ് പ്രവർത്തിക്കുന്നത്. തീർച്ചയായിട്ടും ഞാൻ കൂടുതൽ പറയുന്നില്ല, സാറെ ഈ ഒരു പ്രോഗ്രാമിലേക്ക് ഇൻവൈറ്റ് ചെയ്യാണ്. പ്ലീസ് വെൽക്കം സാർ. താങ്ക് യു. ഗുഡ് മോർണിംഗ് ടു ഓൾ. താങ്ക് യു സാബ്ര മാഡം. നമ്മുടെ കുറുപ്പത്തൂർ മേഖലയിൽ നിന്ന് ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ട് വളരെ നല്ല രീതിയിൽ ഈ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു ലീഡറാണ് മാഡം. അതേപോലെ തന്നെ അവരിപ്പോ ഓൾറെഡി TC ആണ്. ATCക്ക് ചെറിയൊരു ബിസിനസ് വോളിയമേ കുറവുള്ളൂ. എന്തായാലും അധികം വൈകാതെ തന്നെ ദിവസങ്ങൾക്കുള്ളിൽ അവരെ ഏരിയ ടീം കോർഡിനേറ്ററായിട്ട് കാണാൻ കഴിയും. എന്തായാലും ഞാൻ ആദ്യമേ തന്നെ ദൈവത്തോട് നന്ദി പറയുകയാണ്. അതേപോലെ തന്നെ എനിക്ക് രാവിലെ ഈ ഒരു സെഷനിലെ ഒരു ടോപ്പിക് അവതരിപ്പിക്കാൻ അവസരം കിട്ടിയ അല്ലെങ്കിൽ അതിന് തന്ന നമ്മുടെ സക്സസ്ഫറി ഗ്ലോബൽ, അതേപോലെ തന്നെ അതിന്റെ പിന്നെ ടീം ക്യാപ്റ്റനായിട്ടുള്ള മനോജ് സാറ്, അതേപോലെ തന്നെ നമ്മുടെ മലബാർ ബില്ലിനേഴ്സിന്റെ ക്യാപ്റ്റൻ നമ്മുടെ അൽതാഫ് സാർ, എല്ലാവരോടും നന്ദി പറയുന്നു. പിന്നെ ഞങ്ങളുടെ ടീം മെമ്പർ ഷുഹൈബ് സാർ, അദ്ദേഹമാണ് എന്നെ ബിസിനസിന്റെ ആദ്യ ബാലപാഠങ്ങൾ പഠിപ്പിച്ചു തന്നത്. അദ്ദേഹത്തോട് ഞാൻ ഒരുപാട് നന്ദി പറയുന്നു. കാരണം നമുക്കറിയാം, നമ്മള് ഇന്നത്തെ ജീവിക്കുന്ന ഈ കാലഘട്ടത്തിൽ കുറച്ച് അറിവുകൾ ഒന്നും പോരാ. ശരിക്കും നമ്മൾ എപ്പോഴും അപ്ഡേറ്റഡ് ആയിക്കൊണ്ടിരിക്കണം. അപ്ഡേറ്റഡ് ആയിക്കൊണ്ടിരിക്കുന്ന ആളുകൾക്ക് മാത്രമേ സക്സസ് ഉണ്ടാവുകയുള്ളൂ. നമ്മൾ ശിവഖേര പറയുന്ന പോലെ വിന്നേഴ്സ് നെവർ ഡു ഡിഫറെന്റ് തിങ്സ് ബട്ട് ദേ ഡു തിങ്സ് ഡിഫറെന്റ്ലി എന്നാണ്. അതായത് വിജയികൾ വ്യത്യസ്തമായ കാര്യങ്ങൾ ചെയ്യുന്നില്ല, കാര്യങ്ങളെ വ്യത്യസ്തമായ രീതിയിൽ ചെയ്യുന്നു എന്ന് മാത്രമേ. അപ്പോ ഞാൻ ചെറിയൊരു ടോപ്പിക്കാണ്, അറിയാവുന്നതാണ്, പുതുതായിട്ടുള്ള സംഗതികളൊന്നുമല്ല. പക്ഷെ ഞാനത് എന്റേതായിട്ടുള്ള ഒരു രീതിയിലാണ് ഞാൻ അവതരിപ്പിക്കാൻ ശ്രമിക്കുന്നത്. അത് വേറെ ഒന്നുമല്ല, ദ ഇമ്പോർട്ടൻസ് ഓഫ് ഡയറക്ട് സെല്ലിംഗ്. ഇന്നത്തെ കാലത്ത് ഈ ഡയറക്ട് സെല്ലിങ്ങിന്റെ അഥവാ നെറ്റ്വർക്ക് മാർക്കറ്റിംഗിന്റെ അഥവാ MLM എന്ന് പറയുന്ന ഈ ഒരു പ്രോജക്റ്റിന്റെ പ്രാധാന്യം എന്താണ്, നെറ്റ്വർക്ക് മാർക്കറ്റിംഗിന്റെ പ്രാധാന്യം എന്താണ്? നമുക്കറിയാം, അന്ന് നിരവധി മന്ത്രിമാരുടെയൊക്കെ സ്പീച്ച് നമ്മളെ കേൾക്കാറുണ്ട്. നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് ഇന്ന് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആളുകൾക്ക് തൊഴിൽ കൊടുത്തിരിക്കുന്ന ഒരു മേഖലയാണ് ഇന്ത്യയിലും കേരളത്തിലും. പക്ഷേ എന്തുകൊണ്ട് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് എന്ന് പറയുമ്പോൾ ചില ആളുകൾക്ക് മുഖം ചുളിക്കുന്നു, അല്ലെങ്കിൽ ചില ആളുകൾക്ക് അത് ഇഷ്ടമല്ല, അല്ലെ? MLM അല്ലെങ്കിൽ നെറ്റ്വർക്ക് ആളെ ചേർക്കുന്ന പരിപാടി എന്ന് പറയുമ്പോൾ ആളുകൾക്ക് അപ്പം തന്നെ ഒരു ഡിസ്ലൈക്കാണ് കാണുന്നത്. അതാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. എന്തുകൊണ്ട് ചില ആളുകൾക്ക് ഇത് ഇഷ്ടമല്ല, എന്നാൽ ചില ആളുകൾക്ക് അത് ഭയങ്കര ഇഷ്ടമാണ്. ചില ആളുകൾ, അല്ലെ? അപ്പോ ചിലർക്ക് ഇഷ്ടമില്ലാത്ത ഒരു മേഖല മറ്റു ചിലർക്ക് വളരെയേറെ ഇഷ്ടമുള്ള ഒരു മേഖലയായിട്ട് ഇത് മാറിയിട്ടുണ്ട്. എന്തുകൊണ്ട് എന്നുള്ളത്, നമ്മുടെ നാട്ടില് ഇതിനൊരു മാന്യമായിട്ടൊരു തൊഴിലായിട്ട് അംഗീകരിക്കാൻ ഇപ്പോഴും നമ്മുടെ പൊതുസമൂഹം തയ്യാറായിട്ടില്ല എന്നുള്ളതാണ്. പല ആളുകൾ ഇത് പ്ലാൻ പറയുമ്പോൾ അവര് നമ്മുടെ ടീമിലേക്ക് അസോസിയേറ്റ് ചെയ്യാതിരിക്കുന്നതിന് ഒരു കാരണം അതാണ്. ഇതൊരു മാന്യമായിട്ടുള്ള തൊഴിലല്ല എന്നുള്ള ഒരു തെറ്റിദ്ധാരണ അവർക്കുണ്ട്. അത് അവരുടെ മാത്രം തെറ്റിദ്ധാരണയാണ്. കാരണം മറ്റുള്ള ഒരുപാട് സ്കാമുകൾ, തട്ടിപ്പുകൾ ഈ മേഖലയിൽ വന്നു കഴിഞ്ഞ് ഇനിയും വരാനുണ്ട്. അതായത് ഇവിടെ നാട്ടിൽ കോടതിയും പോലീസും പട്ടാളവും ഒക്കെ ഉണ്ടായിട്ടും കള്ളന്മാരുടെ എണ്ണത്തിൽ കുറവില്ലല്ലോ. അപ്പൊ കള്ളന്മാരുള്ളത് കൊണ്ട് ഈ പോലീസും കോടതിയും ഒന്നും വേണ്ട എന്ന് നമുക്ക് വിമർശിക്കാൻ പറ്റില്ലല്ലോ. തട്ടിപ്പുകൾ ഇനിയും വരും. എല്ലാം തന്നെ ഈ ഒരു കുപ്പായം ഇട്ടിട്ടാണ് വരിക. ഏത് കുപ്പായം? ഡയറക്ട് സെല്ലിംഗ് ആണ്, അല്ലെങ്കിൽ MLM ആണ്, നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ആണ് എന്നുള്ള ഒരു കുപ്പായം ഇട്ടിട്ടാണ് ഈ പല തട്ടിപ്പുകളും നമ്മുടെ നാട്ടിൽ വരുന്നത്. പക്ഷെ യഥാർത്ഥത്തിൽ ഈ ഡയറക്ട് സെല്ലിംഗ് എന്താണെന്ന് നമ്മളാരും പഠിക്കുന്നില്ല. അപ്പൊ ഈ തട്ടിപ്പുകൾ നമ്മുടെ നാട്ടിൽ വളരെയേറെ കൂടിയത് കൊണ്ടാണ് ആളുകൾക്ക് ഇതൊരു മാന്യമായിട്ടുള്ള തൊഴിലല്ല എന്നുള്ളൊരു തെറ്റിദ്ധാരണ വരാൻ കാരണം. ഓക്കെ, ഇത് നമുക്കറിയാം, മുൻ കേന്ദ്രമന്ത്രി രാംവിലാസ് പാസ്വാനാണ്. ഇദ്ദേഹം 2018 കാലഘട്ടങ്ങളിൽ, ഇദ്ദേഹം ഇപ്പൊ മരണപ്പെട്ടു, ഇദ്ദേഹം ഇല്ല. ഇന്ത്യയില് ഡയറക്ട് സെല്ലിങ്ങിന് അല്ലെങ്കിൽ നെറ്റ്വർക്ക് മാർക്കറ്റിംഗിന് ഒരു നിയമം കൊണ്ടുവരുന്നതിന് വേണ്ടി അഹോരാത്രം പ്രയത്നിച്ച ഒരു വ്യക്തിയാണ് ഇദ്ദേഹം. ഇന്ന് കേന്ദ്രം അതിന്റെ ചൂട് പിടിച്ചുകൊണ്ട് പിന്നീട് നിയമം പാസ്സാക്കിയെടുത്തു. അതൊക്കെ നമുക്കറിയാം, പക്ഷെ പൊതുസമൂഹത്തിന് അറിയില്ല, നമ്മളെ ബന്ധുക്കൾക്ക് പോലും അറിയില്ല. അതുകൊണ്ട് തന്നെയാണ് ഇന്നലെ എന്റെ ടീമിലെ ഒരു മീറ്റിംഗ്, ഒരു NDO നടക്കുന്ന സമയത്ത് അതിന് തൊട്ടടുത്തുള്ള ഒരു കടയിൽ പോയിട്ട് നമ്മുടെ ഒരു ഡിസ്ട്രിബ്യൂട്ടർ സാധനം വാങ്ങാൻ എന്തോന്ന് കയറിയപ്പോ, നിങ്ങളും ഇതിൽ പെട്ടോ എന്ന് ഇന്നലെ അടക്കം. ഞങ്ങൾക്കറിയാം, ഞങ്ങളൊക്കെ അവിടെ പല സാധനങ്ങളും വാങ്ങാറുണ്ടായിരുന്നു. അപ്പോ ഞങ്ങളോടൊന്നും അവർ സംസാരിക്കില്ല. കാരണം എന്താ?
ഞങ്ങളോട് സംസാരിച്ച അതിന്റെ കാര്യങ്ങൾ അവർക്ക് അറിയാം. അപ്പോ സാധാരണക്കാരായിട്ടുള്ള ആളുകളോട് ഇപ്പോഴും മനോഭാവം എന്താന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇതൊരു തെറ്റായ കാര്യമാണ് എന്നുള്ള വിചാരമാണ്. അവർക്ക് ഇന്നും നാട്ടിലെ അല്ലെങ്കിൽ സമൂഹത്തിൽ എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത് പഠിക്കാനോ അല്ലെ അതിലേക്ക് മനസ്സിലാക്കാനുള്ള കഴിവ് അവർക്കില്ല എന്നുള്ളതാണ്. അവർക്ക് എന്ത് കേന്ദ്രമന്ത്രി, എന്ത് മുഖ്യമന്ത്രി, ഈ രീതിയിലാണ് അവരുടെ ചിന്താഗതി. ഓക്കെ, ഇത് നമുക്കറിയാം. ഇദ്ദേഹം നമ്മളെ കഴിഞ്ഞ തവണയും മുഖ്യമന്ത്രിയാണ്, ഇപ്പോഴും മുഖ്യമന്ത്രിയുമാണ് ശ്രീ പിണറായി വിജയൻ അവർ, അല്ലെ? അദ്ദേഹം വളരെ വ്യക്തമായിട്ട് തന്നെ ഈ നിയമത്തെ കുറിച്ച് അല്ലെങ്കിൽ ഈ ഗൈഡ് ലൈൻസിനെ കുറിച്ച് നിയമസഭയിലും അതേപോലെ തന്നെ കഴിഞ്ഞ ഫെബ്രുവരി മാസത്തിൽ തിരുവനന്തപുരത്ത് വെച്ച് നടന്ന പരിപാടിയിലും വളരെ വ്യക്തമായിട്ട് ഡയറക്ട് സെല്ലിംഗ് എന്താണെന്നും ഡയറക്ട് സെല്ലിംഗിന്റെ ആവശ്യകത എന്താണെന്നും അദ്ദേഹം പറയുകയുണ്ടായി. ഇന്ന് കേരള സർക്കാരിന്റെ മോണിറ്ററിംഗ് മെക്കാനിസത്തിന്റെ കീഴിലാണ് ഇന്ന് ഡയറക്ട് സെല്ലിംഗ് കമ്പനികൾ പ്രവർത്തിക്കുന്നത്. ഈ ഓൺലൈൻ പോർട്ടൽ ഓപ്പൺ ചെയ്തതിനു ശേഷം നൂറുകണക്കിന് കമ്പനികൾ അത് ഓപ്പൺ ചെയ്യുകയും രജിസ്റ്റർ ചെയ്യാൻ ശ്രമിച്ചപ്പോ കമ്പനികൾക്കൊന്നും രജിസ്റ്റർ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. കാരണം അത്രയും കർശന നിലപാടുകളാണ് സർക്കാർ ഏറ്റെടുത്തിട്ടുള്ളത്. അപ്പൊ കേന്ദ്ര സർക്കാരിന്റെ നിയമം നിലവിലുണ്ട്. അതിന്റെ ചൂട് പിടിച്ചുകൊണ്ട് കേരള സർക്കാരും ഈ 2025 ഇതിനെ നിയന്ത്രിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ചിട്ട് പോലും നമ്മുടെ നാട്ടിൽ ചില ആളുകൾക്ക് ഇപ്പോഴും ഇതിന് തെറ്റിദ്ധാരണയുണ്ടെങ്കിൽ അവര് നമ്മളെ ഈ നൂറ്റാണ്ടിൽ ജീവിക്കേണ്ട ആളുകളല്ല, അവരവിടെ അല്ല ജീവിക്കുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾക്കിത് വ്യക്തമായിട്ടുള്ള അറിവ് നമുക്കിതിൽ ഉണ്ടെങ്കിൽ നമുക്ക് ഒരാളോട് പറയാൻ പറ്റും. ഓക്കെ, ഇത് കഴിഞ്ഞ സർക്കാരിന്റെ കാലത്താണ്. ഇത് ഭക്ഷ്യവകുപ്പ് മന്ത്രി ശ്രീ തിലോത്തമൻ അവറുകളാണ്. അദ്ദേഹം മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് അഥവാ ഡയറക്ട് സെല്ലിംഗ് മാർഗരേഖയുടെ പ്രകാശന കർമ്മം നിർവഹിക്കുന്ന ഒരു ചടങ്ങിന്റെ ഫോട്ടോയാണ്. അങ്ങനെ മുഖ്യമന്ത്രിമാർ ഇവരൊക്കെ ഈ ബിസിനസ് നിങ്ങൾ ഏറ്റെടുക്കൂ എന്ന് പൊതുസമൂഹത്തോട് പറയുമ്പോൾ ആ കമ്പനി നിയമപരമായിട്ട് പ്രവർത്തിക്കുന്ന നമ്മുടെ MI ലൈഫ് സ്റ്റൈൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്ന കമ്പനിയുടെ നമ്മുടെ ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ ഔദ്യോഗിക വെബ് പോർട്ടലില് നമ്മുടെ കമ്പനിയുടെ പേരുകളുണ്ട്. എന്നാലും ശരി, ആളുകളുടെ മനോഭാവത്തിൽ മാറ്റം വരാനാണ് പ്രയാസം. ഈ ചേഞ്ച് ഉണ്ടല്ലോ, കുറെയൊക്കെ ഇപ്പൊ മാറിയിട്ടുണ്ട്, പഴയ പോലെയല്ല ഈ ചേഞ്ച്. ഇന്ന് നമ്മൾ ഡയറക്ട് സെല്ലിംഗ് മേഖലയിൽ വലിയ തോതിലുള്ള വളർച്ച ഇന്ന് കൈവരിക്കുന്നുണ്ട്. കേന്ദ്രം തന്നെ പറയുന്നു 2025 ഏതാണ്ട് 65,000 കോടിയുടെ ടേൺ ഓവർ ഈ മേഖലയിൽ വരുമെന്നാണ് മുൻകൂട്ടി പ്രവചിച്ചിട്ടുള്ളത്. അപ്പൊ കേരളത്തിൽ ഇപ്പോൾ ഡയറക്ട് സെല്ലിംഗ് വലിയ തോതിലുള്ള വളർച്ചയുടെ മേഖലയിലാണ്. അപ്പൊ നമുക്കറിയാം, നമ്മൾ ഏത് മേഖലയിൽ വളരുമ്പോഴും നമ്മളൊക്കെ എന്തിനാ പ്രവർത്തിക്കുന്നത്? വരുമാനം ഉണ്ടാക്കാൻ, അല്ലെ? ഞാനാണെങ്കിലും നിങ്ങളാണെങ്കിലും പല ആളുകളും ഇന്ന് വരുമാനം ഉണ്ടാക്കാനാണ് ആളുകൾ ഓരോ മേഖലയിൽ പോകുന്നത്. നമുക്കറിയാം, ലോകത്തിലെ ഏറ്റവും പ്രശസ്തനായിട്ടുള്ള ഒരു എക്കണോമിസ്റ്റ് ആയിട്ടുള്ള റോബർട്ട് കിയോസാക്കി, അദ്ദേഹം വരുമാനത്തിനനുസരിച്ച് ആളുകളുടെ തൊഴിൽ മേഖലയെ അല്ലെങ്കിൽ ആളുകൾ വരുമാനം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഏർപ്പെടുന്ന മേഖലയെ നാലാക്കിയിട്ട് അദ്ദേഹത്തെ തിരിച്ചിട്ടുണ്ട്. ഇതെന്തിനാ പറയുന്നതെന്ന് ചോദിച്ചാൽ നമുക്കിവിടെ ഇതിന്റെ ആവശ്യമുണ്ട്. ഈ കാര്യം പറഞ്ഞ് പൂർത്തീകരിക്കാൻ ഇത് പറയേണ്ടതായിട്ട് ആവശ്യമുണ്ട്. ക്യാഷ് ഫ്ലോ ക്വാഡ്രന്റ് എന്നാണ് അദ്ദേഹം ഇതിനെ വിളിച്ചിട്ടുള്ളത്. അതായത് എംപ്ലോയീസ്, സെൽഫ് എംപ്ലോയീസ്, ബിസിനസ്സുകാർ, ഇൻവെസ്റ്റേഴ്സ്. ഞാൻ കൂടുതൽ വിശദീകരിക്കുന്നില്ല അതിന്. പക്ഷെ നമ്മൾ ചെറിയൊരു കാര്യം നമ്മൾ മനസ്സിലാക്കണുണ്ട്. കാരണം ഈ കാറ്റഗറി എന്ന് പറയുന്ന എംപ്ലോയീസ്, അത് ജോലിക്കാർ, തൊഴിലുറപ്പ് പണിക്കാർ, കൂലിപ്പണിക്കാർ, നോക്കിയേ, IT പ്രൊഫഷണൽസ്, ഇവരൊക്കെ എഞ്ചിനീയർമാർ, ഇവരും എംപ്ലോയീസ് ആണ്, ജോലിക്കാരാണ്. ഇത് തൊഴിലുറപ്പ് പണിക്കാരാണ് അഥവാ കൂലിപ്പണിക്കാരാണ്. ഇവരും നിർത്തിക്ക് ജോലി ചെയ്യുന്ന ആളുകളാണ്. രാവിലെ തൊട്ട് വൈകുന്നേരം വരെ കൂലി ചെയ്ത് പണിയെടുത്തു കഴിഞ്ഞാൽ അവർക്ക് ജോലി കിട്ടും, കൂലി കിട്ടും, അല്ലെ? ലിമിറ്റഡ് ഇൻകത്തിൽ അവർ വർക്ക് ചെയ്യണം. ഞാനും അടക്കം അങ്ങനെയാണ്. ഇതാണ് ലോകത്തില്, നമ്മുടെ നാട്ടില്, നമ്മുടെ വാർഡില് അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിൽ പോലും ഇത്തരത്തിലുള്ള ആളുകളാണ് കൂടുതൽ. ഇത് IT പ്രൊഫഷണൽസ് ആണ്. വിചാരിക്കും എംപ്ലോയീസ് എന്ന് പറയുമ്പോൾ ഈ ജോലിക്കാർ മാത്രമല്ല, കൂലിപ്പണിക്കാർ എല്ലാവരും അതിലാ വരുന്നത്. IT പ്രൊഫഷണൽസ് നമുക്കറിയാം, BTech, അതേപോലെ തന്നെ MTech, MCA, BCA ഒക്കെ കഴിഞ്ഞ ആളുകൾ വ്യത്യസ്ത കമ്പനികളിൽ ജോലിക്കാരാക്കി. ഇതൊക്കെ ലിമിറ്റഡ് ഇൻകത്തിലാണ് ഇവർ വർക്ക് ചെയ്യുന്നത്. മറ്റൊരു കാറ്റഗറിയാണ് സെൽഫ് എംപ്ലോയീസ്. നമുക്കറിയാം സെൽഫ് എംപ്ലോയീസ് ആരാണ്, എന്താണ്? ഇതേപോലത്തെ ഒരു ഷോപ്പ് നടത്തുന്നവരാണ്. ഇതിന് നമ്മുടെ നാട്ടിൽ പിന്നെ ബിസിനസ് എന്ന് പറയും, പക്ഷെ ഇതൊരു ബിസിനസ് എന്ന് പറയാൻ പറ്റും. കാരണം അതൊരു സിസ്റ്റം ബേസിൽ വർക്ക് ചെയ്യുന്നതാണെങ്കിലേ ബിസിനസ് എന്ന് പറയാൻ പറ്റും. ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. ഇങ്ങനെ ഒരു ഷോപ്പ് നടത്തുന്നതാണ്, അല്ലെങ്കിൽ ടാക്സി ഡ്രൈവർ എന്നാണ്. ഇതൊക്കെ സെൽഫ് എംപ്ലോയീസ് ആണ്. എന്തൊക്കെ സെൽഫ് എംപ്ലോയീസ്? ഈ കുറച്ച്, അത് ഞാൻ നേരത്തെ പറഞ്ഞ ഈ ഒരു കാറ്റഗറി, അതായത്
എംപ്ലോയീസ് എന്ന് പറയുന്ന ഈ ഒരു കാറ്റഗറി ഇവര് തീരെ റിസ്ക് എടുക്കാൻ മടിയുള്ള ആളുകൾ, തീരെ കഷ്ടപ്പെടാൻ മടിയുള്ള ആളുകൾ. ലോകത്തിലെ മടിയന്മാർക്ക് അവാർഡ് കൊടുക്കുകയാണെങ്കിൽ ഈ എംപ്ലോയീസിനാണ് കൊടുക്കേണ്ടത്. കാരണം എന്തെന്ന്, അവർ ഒരു റിസ്ക് എടുക്കാൻ തയ്യാറായി. ലോകത്തിൽ അവർ ചെയ്യുന്ന സംഭാവന എന്തെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവർ ജോലി ചെയ്ത് ശമ്പളം വാങ്ങുന്നു എന്നുള്ളത് അവരുടെ പ്രവൃത്തി കൊണ്ടുണ്ടാകുന്ന നേട്ടങ്ങൾ മാത്രമാണ് അവരുടെ സംഭാവന എന്ന് പറയുന്നത്. മറിച്ച് കാരണം റിസ്ക് എടുക്കണ്ട. ഇപ്പൊ ഒരു കൂലിപ്പണിക്ക് പോവാം, സ്കൂളിൽ പഠിക്കണ്ട, തെങ്ങ് കയറാൻ കോളേജിൽ പഠിക്കണം, മീൻ വെക്കാൻ കോളേജിൽ പഠിക്കണം, 10ാം ക്ലാസ് പാസ്സാവണം, ഒന്നും വേണ്ട. തൊഴിലുറപ്പ് പണിക്ക് പോകാൻ എന്തെങ്കിലും വിദ്യാഭ്യാസ യോഗ്യത വേണം, ഒന്നും വേണ്ട. അപ്പൊ ആ പണിക്ക് പോയാലും കിട്ടുന്നത് കൂലിയാണ്. അത് മാസത്തിലാക്കിയ ശമ്പളം എന്ന് പറയും. എന്നാൽ IT പ്രൊഫഷണൽസ് ഒക്കെ കിട്ടുന്നതും മാസം ഒരുമിച്ച് കിട്ടുമ്പോൾ നമ്മളതിന് ശമ്പളം എന്ന് പറയും. റിസ്ക് എടുക്കാൻ ഇത്രയും മടിയന്മാരായിട്ടുള്ള ആളുകൾ ആരാന്ന് ചോദിച്ചാൽ എംപ്ലോയീസ് ആണ്. അവരോട് പോയിട്ട് പ്ലാൻ പറഞ്ഞു കഴിഞ്ഞാൽ അത്ര എളുപ്പമൊന്നും അവരെ നമുക്ക് കൺവിൻസ് ചെയ്ത് കൊടുക്കാൻ പറ്റില്ല. കാരണം അവർ തിരഞ്ഞെടുത്തിട്ടുള്ള പാത റിസ്ക് എടുക്കാൻ മടിയുള്ള മേഖലയാണ്. എന്നാൽ ഈ ഒരു കാറ്റഗറി ഉണ്ട്, സെൽഫ് എംപ്ലോയീസ്. ഇവര് അല്പം റിസ്ക് എടുക്കാൻ തയ്യാറാണ്. അപ്പൊ ഇവർക്ക് കുറച്ചും കൂടി ജീവിത നിലവാരം കൂടുതലായിരിക്കും, കുറച്ച് ലിവിങ് സ്റ്റാൻഡേർഡ് കൂടുതലായിരിക്കും. കാരണം ഒരു കടയൊക്കെ നടത്തുന്ന ആള്, നമുക്കറിയാം, ഒരു കടയില് അത്യാവശ്യം വലിപ്പമുള്ള ഒരു ഷോപ്പൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ ഒരു കാറിലൊക്കെ ആയിരിക്കും കടയിലേക്ക് വരിക. അത് ചെറിയ ജ്വല്ലറി ആയിക്കോട്ടെ, ചെറിയ ടെക്സ്റ്റൈൽസ് ആയിക്കോട്ടെ, പലരും കടയായിട്ടെ, എന്തോ ആയിക്കോട്ടെ. അപ്പോ ഒരു കുറച്ചും കൂടി ഒരു സ്റ്റാൻഡേർഡ് കൂടിയ ജീവിതമാണ് ഇത്തരക്കാർക്ക് ഉണ്ടാവുന്നത്. അതിപ്പോ ഒരു ഡോക്ടർ ആയിക്കോട്ടെ, ഡോക്ടറും എന്താണ്, ഒരു സെൽഫ് എംപ്ലോയി ആണ്. അയാൾ എവിടെയെങ്കിലും ഹോസ്പിറ്റലിൽ കൂലിക്ക് നിൽക്കുകയാണെങ്കിൽ അയാൾ എംപ്ലോയി ആയിട്ട് മാറും. അതല്ല സ്വന്തമായിട്ട് ഒരു ക്ലിനിക്ക് തുടങ്ങുകയാണെങ്കിൽ അയാൾ ആരാണ്? ആ ഡോക്ടർ ഒരു സെൽഫ് എംപ്ലോയി ആണ്. കാരണം അയാൾ അവിടെ ആ ഹോസ്പിറ്റൽ ക്ലിനിക്ക് തുറന്ന് വർക്ക് ചെയ്താലേ അവിടെ പേഷ്യന്റ് വരുള്ളൂ. അയാൾക്ക് പിന്നെ ആരോഗ്യം ഉണ്ടെങ്കിലേ അയാൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, പ്രവർത്തിക്കാൻ പറ്റുള്ളൂ. ഇപ്പൊ അടുത്ത് പത്രങ്ങളിൽ വായിച്ചൊരു ഒരു വാർത്തയുണ്ട്. സത്യത്തിൽ നമ്മൾ ഇരുത്തി ചിന്തിപ്പിക്കേണ്ട ഒരു വാർത്തയാണ്. അത് വേറെ ഒന്നുമല്ല, ഒരു കാർഡിയോളജിസ്റ്റ്, കേരളത്തിലെ അതിപ്രശസ്തനായിട്ടുള്ള ഒരു കാർഡിയോളജിസ്റ്റ് ആണ്. പക്ഷെ അയാൾ സൂയിസൈഡ് ചെയ്തു. വേറൊന്നുമല്ല, അയാൾക്ക് പിന്നെ കൈകാലുകൾക്ക് ബലമില്ല, തളർന്നുപോയി. അയാൾക്ക് ഓർമ്മശക്തി കുറഞ്ഞു വരും. അൽഷിമേഴ്സ് പോലുള്ള രോഗങ്ങൾ അയാളെ ബാധിക്കാൻ തുടങ്ങി. 10-70 വയസ്സോ പ്രായമുണ്ടായി. കാരണം ആസ്തി ഇഷ്ടം പോലെ ഉണ്ട്, കോടിക്കണക്കിന് ആസ്തി ഉണ്ട്. അയാൾക്ക് നല്ലൊരു അസറ്റ് തന്നെ ഉണ്ട്, ഫാമിലി ഒക്കെ ഉണ്ട്. പക്ഷെ അയാൾക്ക് ഒരു ഹൃദയം തുറന്ന് ഓപ്പറേഷൻ ചെയ്യാനുള്ള കഴിവ് അയാൾക്കില്ല, കിട്ടുന്നില്ല. അപ്പോൾ എന്ത് ചെയ്തു? അയാൾ സ്ഥിരം ചെയ്തുകൊണ്ടിരിക്കുന്ന ആശുപത്രിയിൽ നിന്ന് ഇയാളെ ഒഴിവാക്കി. കാരണം കൈവറക്കുന്ന ആളുകളെ ഹാർട്ട് ഓപ്പറേഷന് വേണ്ടിയിട്ട് ആരെങ്കിലും ഹോസ്പിറ്റലുകാർ നിയമിക്കില്ലല്ലോ. അപ്പോൾ എന്ത് ചെയ്തു? ഇയാളെ ആശുപത്രിയിൽ നിന്ന് വിട്ടപ്പോ ഇയാൾക്ക് ഡിപ്രസ്ഡ് ആയി. ഞാൻ ഇത്രയും കാലം പഠിച്ച മേഖല, അതെന്നെ കൊണ്ട് ചെയ്യാൻ കഴിയില്ല എന്നുള്ളത് ഡോക്ടർക്ക് ഒരു തോന്നൽ വന്നപ്പോൾ അയാൾ സൂസൈഡ് ചെയ്തു. ആലോചിച്ച് നോക്കൂ, എന്തൊരു പൊട്ടം മണ്ട ഗുണാപ്പനാണ് ഇയാൾക്ക്. ഇത്രയൊക്കെ പഠിച്ചിട്ട് ഇത്ര അറിവുണ്ടായിട്ടും അതിന് ഓവർകം ചെയ്യാൻ അയാൾക്ക് കഴിയില്ലെങ്കിൽ ഇയാൾ ഡോക്ടറാണോ നമ്മൾ വിളിക്കേണ്ടത്? ഒരു നിരാശ വന്നപ്പോൾ അതിനെ ഫേസ് ചെയ്യാൻ കഴിയാത്തതുകൊണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് എന്താന്ന് വെച്ചാല്, എംപ്ലോയീസ് ആയിക്കോട്ടെ, സെൽഫ് എംപ്ലോയീസ് ആയിക്കോട്ടെ, ഇവർക്കൊന്നും നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെയുള്ള പോസിറ്റീവ് മെന്റൽ ആറ്റിറ്റ്യൂഡ് ഇല്ല എന്നുള്ളതാണ് ഇതിൽ നിന്നൊക്കെ നമ്മൾ കാണിക്കുന്നത്. ഓക്കെ, അപ്പോ ഇവര് കുറച്ചുകൂടി റിസ്ക് എടുക്കാൻ തയ്യാറായിട്ടുള്ള ആളാണ് സെൽഫ് എംപ്ലോയീസ്. അതുകൊണ്ട് അവരുടെ സ്റ്റാൻഡേർഡ്, അവരുടെ വരുമാനം കുറച്ചും കൂടി കൂടുതലാണെന്ന് നമുക്ക് കാണാൻ കഴിയും. എന്നാൽ നമ്മൾ കാണുന്ന മറ്റൊരു കാറ്റഗറിയാണ് ബിസിനസ്സുകാരെന്ന് പറയുന്നത്, അല്ലെ, ബിസിനസ് ഓണേഴ്സ്. ഇന്ന് ലോകത്തില് ഏറ്റവും കുറവ് ജനസംഖ്യ ഉള്ളതാണ് ബിസിനസ്സുകാർ. ആരൊക്കെ ബിസിനസ്സുകാർ? അല്ലെ, മുകേഷ് അംബാനിയാണ്, യൂസുഫ് സാഹിബാണ്, അല്ലെ, ഇവരൊക്കെ ബിസിനസ്സുകാരാണ്. ഇവരൊക്കെ എന്താ ചെയ്യുന്നത്? കച്ചവടമല്ല ചെയ്യുന്നത്, അല്ലെ. പല ആളുകൾക്ക് ഒരു പ്രശ്നമാണ്, ഇത് കച്ചവടം ചെയ്യാണ്, ഇത് വിൽക്കണ്ടേ, അല്ലെ, ആളുകൾക്ക് ഇത് വിൽക്കണ്ടേ, നമ്മുടെ പ്രോഡക്റ്റുകൾ, സോപ്പ് വിൽക്കണ്ടേ, പേസ്റ്റ് വിൽക്കണ്ടേ, ഹെയർ ഓയിൽ വിൽക്കണ്ടേ, അല്ലെ, നമ്മുടെ ചവനപ്രാശം, കവചപ്രാശം വിൽക്കണ്ടേ. വിൽപ്പനയാണ് നമ്മൾക്ക് പ്രശ്നം. ഓ, ഇത് വിൽക്കാനൊന്നും പറ്റില്ല. ലക്ഷക്കണക്കിന് കോടി ആസ്തിയുള്ള മുകേഷ് അംബാനിയുടെ സിം കാർഡ് അടക്കം വിറ്റ് കാശുണ്ടാകും, അല്ലെ. യൂസുഫ് സാഹിബ് എന്താ ചെയ്യുന്നത്? യൂസുഫ് സാഹിബ് ചെയ്യുന്നത് കച്ചവടം തന്നെ. അയാളുടെ കടയിലും സോപ്പും പേസ്റ്റും തന്നെ ഉള്ളത്. വ്യത്യസ്ത കമ്പനിക്കാരുടെ സാധനങ്ങൾ അയാൾ ഷോപ്പ് ഉണ്ടാക്കി കൊടുക്കും. എന്നിട്ട് പറയും എല്ലാ കമ്പനിക്കാരും മക്കളെ വന്ന് തുറന്ന് ഷോപ്പ് ഉദ്ഘാടനം കഴിഞ്ഞിട്ടുണ്ട്, അപ്പൊ അവര് വന്നിട്ട് ആ ഷോപ്പ് വാങ്ങും, വാടക കൊടുക്കും, അവിടെ കച്ചവടം ചെയ്യും. അപ്പൊ അയാള് കച്ചവടക്കാരനല്ലേ? കേരളത്തിലെ ഏറ്റവും വലിയ കച്ചവടക്കാരൻ, കേരളത്തിലെ ഏറ്റവും വലിയ കോടീശ്വരന്മാരിൽ ഒരാളാണ്. അപ്പൊ അദ്ദേഹം ഏസ് റൂമിലിട്ട് വെച്ച് സോപ്പ് വിറ്റാൽ നല്ലതും, ഡീലർ ഇറങ്ങി നമ്മുടെ ഡിസ്ട്രിബ്യൂട്ടർ ഈ സോപ്പ് വിറ്റാൽ മോശം ഏർപ്പാട്. ഇതിനെന്താ പറയാ?
പോക്കൃത്തരം എന്നല്ലേ ഇതിനെ പറയാം, അങ്ങനെ പറയാൻ പാടില്ല. ഒരേ സാധനം തന്നെ വെക്കുന്നത്. ഒന്ന് AC റൂമില് മാളുകളിൽ വെക്കും, അല്ലെങ്കിൽ പലചരക്കടയിൽ വെക്കും, അല്ലെങ്കിൽ സ്റ്റേഷനറി കടയിൽ സാധനം വെക്കും. അതേ സാധനം നമ്മൾ വീട്ടിൽ എത്തിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് തട്ടി ആ സാധനം അവിടെ ചെയ്യുമ്പോൾ അത് നല്ലത്. അപ്പൊ ഇതാരാ അങ്ങനെ ഒരു ഇത് കൊടുത്തത്? നമ്മുടെ മലയാളികൾ തന്നെയാണ്. കച്ചവടമാണ് അവരും ചെയ്യുന്നത്. പക്ഷെ ഇവരെ നമ്മൾ ബിസിനസ്സുകാരെന്ന് പറയും. ഇനി ഒരു കൂട്ടരുണ്ട് ഇൻവെസ്റ്റേഴ്സ്, അവര് ബിസിനസ് ഒന്നും തുടങ്ങൂല, പക്ഷെ ബിസിനസ്സുകാര് തന്നെയാണ്. അവര് മറ്റുള്ള ബിസിനസ്സുകളിൽ പണം മുടക്കും, പല ബിസിനസ്സുകളിൽ പണം മുടക്കും, എന്നിട്ട് അതിന്റെ ലാഭം കൊണ്ട് ജീവിക്കും. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, എംപ്ലോയീസും സെൽഫ് എംപ്ലോയീസും 95% ആളുകളുണ്ട്. നമ്മൾ പ്ലാൻ കൊടുക്കുന്നത് ഈ ആളുകൾക്കാണ്. അവരുടെ ചിന്താഗതി എന്താണെന്ന് ഞാൻ പറയട്ടല്ലോ. ബിസിനസ്സുകാരും ഇൻവെസ്റ്റേഴ്സും ആകെ 5% ഉള്ളൂ, അല്ലെ? അത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. പക്ഷെ സമ്പത്തിന്റെ കാര്യത്തിൽ നേരെ ഓപ്പോസിറ്റ് ആണ്. അത് നമ്മൾ ഗ്രൂപ്പ് കേട്ടിട്ടുണ്ട്, നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, നിങ്ങൾ പറയാറുണ്ട്, അല്ലെ? വെൽത്ത്, സമ്പത്ത് ഏറ്റവും കൂടുതൽ ഉള്ളത് ആരെ കയ്യിലാണ്? എംപ്ലോയീസ് അല്ല, സെൽഫ് എംപ്ലോയീസ് അല്ല, ബിസിനസ്സുകാരുടെ അടുത്ത്, ഇൻവെസ്റ്റേഴ്സിന്റെ അടുത്താണ്, അല്ലെ? ഇവരുടെ കയ്യിൽ എത്ര സമ്പത്തുള്ളൂ? വെറും 5%. ഈ 650 കോടി ജനസംഖ്യയില്, അല്ലെങ്കിൽ 145 കോടിയോളം ജനസംഖ്യയുള്ള ഇന്ത്യയില് നമ്മളെ സ്വത്ത് മുഴുവൻ തൂക്കി നോക്കിയാൽ അതിന്റെ 95% കിടക്കുന്നത് ബിർള, ടാറ്റ, ബിർള, റിലയൻസ്, അതേപോലെ തന്നെ നമ്മുടെ യൂസുഫ് അലി, ആസാദ് മൂപ്പർ തുടങ്ങിയ ആളുകളുടെ കയ്യിലാണ് ഇന്ന് ഈ കോടികൾ കിടക്കുന്നത്. അവർ 5% ഉള്ളൂ. എന്തുകൊണ്ട് അങ്ങനെ മാറുന്നു എന്ന് ചോദിച്ചാൽ, ഞാൻ ആദ്യം പറഞ്ഞല്ലോ, എംപ്ലോയീസ് സെൽഫ് എംപ്ലോയീസ് ഇവരുടെ അടുത്താണല്ലോ നമ്മൾ കൂടുതൽ പോയി പ്ലാൻ പറയുന്നത്. ഇവര് നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്, ഏറ്റവും കൂടുതൽ പണിയെടുക്കുന്നത് ഇവരാണ്. പക്ഷെ അവർക്ക് പേ വളരെ കുറവാണ്, എന്ന് വെച്ചാൽ വരുമാനം വളരെ കുറവാണ്. എന്നാലും ചിന്താഗതിയിൽ യാതൊരു മാറ്റം വരുന്നില്ല, അഹങ്കാരത്തിന് ഒരു കുറവ്. അതാണ് ഇതിന്റെ ഒരു ഗുണം. ഞാനടക്കമുള്ള ആളുകളുടെ കാര്യം കേട്ടോ, അഥവാ നമ്മളടക്കമുള്ള ആളുകളുടെ കാര്യമാണ് പറയുന്നത്. എന്തിനായി പറയുന്നതെന്ന് ചോദിച്ചാൽ, നമ്മൾ പ്ലാൻ പറയുന്നത് ഈ കാറ്റഗറിപ്പെട്ട ആളുകളാണ്. അവരൊരു 10 ആളോട് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്, അവര് നോ എന്ന് പറഞ്ഞാൽ നിങ്ങൾ അത് അല്ല എന്നുള്ള അർത്ഥത്തിൽ എടുക്കരുത്. നെക്സ്റ്റ് ഓപ്പർച്യൂണിറ്റി, അടുത്ത ഒരു അവസരം വരും എന്നുള്ള രീതിയിൽ എടുക്കണം. കാരണം അത്രയും നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ്, റിസ്ക് എടുക്കാൻ മടിയുള്ള ആളുകളാണ് നമ്മൾ പറയുന്നത് എന്നർത്ഥം, അല്ലെ? എന്നാൽ ഇവർക്ക് ലിമിറ്റഡ് ഇൻകം കിട്ടണുള്ളൂ. എത്രയാണോ വരും ജോലി, അതിനനുസരിച്ചുള്ള കൂലിയെ കിട്ടുള്ളൂ. അവർ പണിയെടുത്താൽ വരുമാനം ഉണ്ട്. അവർക്ക് ഇൻഡിവിജ്വൽ എഫേർട്ടാണ്. അതാണ് അവർക്ക് ലിമിറ്റഡ് ഇൻകമേ ഉള്ളൂ, ആക്റ്റീവ് ഇൻകമേ ഉള്ളൂ. ഇൻഡിവിജ്വൽ എഫേർട്ടിനെ ബേസ് ചെയ്തിട്ടാണ് അവരുടെ വരുമാനം കിടക്കുന്നത്. അവരൊരു മാസം പോയില്ലേ, ഒരു മാസം തൊഴിലുറപ്പ് പണിക്ക് പോയില്ലേ, ഒരു മാസം എഞ്ചിനീയർ ഫീൽഡിൽ പോയില്ലേ, വരുമാനമില്ല. ഒരു മാസം, ഒരാഴ്ച, 2-3 ദിവസം, അല്ലെങ്കിൽ ഒരു ദിവസം കട തുറന്നില്ലേ, കച്ചവടം നടക്കില്ല, വരുമാനം കിട്ടില്ല. അപ്പൊ എംപ്ലോയീസ് ആയാലും സെൽഫ് എംപ്ലോയീസ് ആയാലും വരുമാനം കിട്ടാത്ത അവസ്ഥയിലേക്ക് പോകുമ്പോ നമ്മൾ മനസ്സിലാക്കണം, 2017 ഗാലപ്പ് വേൾഡ് പോൾ സർവേയില് ഇത് ലോകത്തിലെ രാജ്യങ്ങളിലെ വിവിധ രാജ്യങ്ങളിൽ ഒരു സർവേ നടത്തിയിരുന്നു. ആ രാജ്യങ്ങളിൽ നടത്തിയ സർവേയുടെ റിപ്പോർട്ട് ഇങ്ങനെയായിരുന്നു: ജോബ് സാറ്റിസ്ഫാക്ഷൻ പടവലങ്ങ പോലെ നേരെ താഴേക്കാണ്, ജോലിയിൽ സംതൃപ്തി ഇല്ല. ജോലി ചെയ്യുന്ന ആളുകളിലും ഈ സാധാരണക്കാരും ഇടത്തരക്കാരിലും സർവേ നടത്തിയപ്പോൾ ഒരാൾക്ക് പോലും ജോലിയിൽ സാറ്റിസ്ഫാക്ഷൻ കാര്യമായി കിട്ടുന്നില്ല. എല്ലാവരും ഡിപ്രസ്ഡ് ആണ്, ടെൻഷനിലാണ്. കാരണം മാനസിക പ്രശ്നങ്ങള്, സാമ്പത്തിക പ്രശ്നങ്ങളാണ് തുടങ്ങുന്നത്, പിന്നീടാണ് അവിടെ നിന്ന് മറ്റുള്ള പ്രശ്നങ്ങളിലേക്ക് പോകുന്നത്. മാത്രമല്ല, അവരുടെ വരുമാനം വളരെ കുറഞ്ഞുകൊണ്ടിരിക്കുന്നു, ജീവിത നിലവാരം കൂടിക്കൊണ്ടിരിക്കുന്നു. അത് രണ്ടാട്ടും കൂട്ടിമുട്ടിക്കാൻ അവര് ബുദ്ധിമുട്ടുമ്പോ അവർക്കൊരു ഫിനാൻഷ്യൽ ഫ്രീഡം, ടൈം ഫ്രീഡം ഒന്നും കിട്ടുന്നില്ല. എംപ്ലോയീസിന്റെ, സെൽഫ് എംപ്ലോയീസിന്റെ കാര്യമാണ് ഈ പറയുന്നത്. നമ്മളടക്കമുള്ള ആളുകൾക്ക് ഫിനാൻഷ്യൽ ഫ്രീഡം കിട്ടുന്നില്ല, ടൈം ഫ്രീഡം കിട്ടുന്നില്ല. വീട്ടിൽ ഒരുപാട് ആവശ്യങ്ങൾ നടത്താൻ, വീട് വെക്കാന്, മക്കളെ കെട്ടിച്ചു കൊടുക്കാന്, അല്ലെങ്കിൽ ഒരു ബൈക്ക് വാങ്ങാൻ, കാറ് മേടിക്കാൻ, എല്ലാറ്റിന്റെയും ലോണിന് ആശ്രയിച്ചിരിക്കുകയാണ്. അതിന് ഇൻട്രസ്റ്റും മറ്റൊക്കെ അടയ്ക്കാൻ പറ്റാഞ്ഞിട്ട് ബാങ്കുകാർ ജപ്തി ചെയ്യുമ്പോൾ സോഷ്യൽ മീഡിയയിലും പത്രങ്ങളിലൂടെ നമ്മൾ വാർത്ത വരുത്തും, ആത്മഹത്യ ചെയ്യുന്നു കുടുംബസമേതം. ഈ ഒരു അവസ്ഥയിലേക്ക് ഈ എംപ്ലോയീസും സെൽഫ് എംപ്ലോയീസും മാറിക്കൊണ്ടിരിക്കുമ്പോൾ ചിന്താഗതിയിൽ മാറ്റം വരുത്താത്തത് അത് വലിയൊരു ദോഷം ചെയ്യുന്നു. എന്നാൽ തിരിച്ച് ഇവരുടെ കാര്യം ആലോചിച്ചു, ബിസിനസ്സുകാർ, ഇൻവെസ്റ്റേഴ്സ് എന്താ ചെയ്യുന്നത്? ഹാപ്പി ആയിട്ടാണ് ജീവിതം നയിക്കുന്നത്. അൺലിമിറ്റഡ് ഇൻകം ആണ്, അല്ലെ? പാസീവ് ഇൻകം ആണ്. അവർക്ക് ടീമാണ് വർക്ക് ചെയ്യുന്നത്. അവർ പോയിട്ട് ഒരു ഷട്ടർ നോക്കിയിട്ട് അവിടെ കൗണ്ടറിൽ ഇരുന്ന് കച്ചവടം ചെയ്യുന്ന ഒരാളെയും നമ്മൾ കാണുന്നില്ല. ടാറ്റ ആയിക്കോട്ടെ, ബിർള ആയിക്കോട്ടെ, അല്ലെങ്കിൽ റിലയൻസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ നമ്മളെ യൂസുഫ് അലി ആയിക്കോട്ടെ, ആരും ആയിക്കോട്ടെ, ഇവരാരും തന്നെ ഒരു ഷോപ്പിൽ ഇരുന്നിട്ട് കച്ചവടം ചെയ്യുന്നത് നമ്മൾ കാണുന്നില്ല. ഇതൊക്കെ നമുക്ക് അറിയാവുന്നതാണ്. അപ്പോ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇവരാണ് ഫിനാൻഷ്യൽ ഫ്രീഡം, ടൈം ഫ്രീഡം എൻജോയ് ചെയ്യുന്നത്, അല്ലെ? അവരാണ് സാമ്പത്തിക അച്ചടക്കം ഉണ്ടാക്കുന്നത്.
അവരിലേക്ക് മാറാൻ ഈ ലോകത്തിൽ ഒരു സാധാരണക്കാരന് സ്വപ്നം പോലും കാണാൻ കഴിയില്ല. ഒരു സാധാരണക്കാരന് ഇനി MA യൂസുഫ് അലി സാഹിബിന്റെ പോലെ 55,000 കോടിയോ 45,000 കോടിയോ ഉണ്ടാക്കാൻ സാധിക്കൂ? ബിസിനസ് ടേൺ ഓവർ ഉണ്ടാക്കാൻ സാധിക്കുമോ? സാധിക്കില്ല. അപ്പോ അവർക്ക് വേണ്ടിയിട്ട് ദൈവം ഇവിടെ ഉണ്ടാക്കിയിട്ടുള്ള ഒരു സംഭവമാണ് ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ. ഇതൊന്നും ഇല്ലാതെ ബിസിനസ്സുകാരനായി മാറാൻ പറ്റുന്ന ഒരു അവസരം, കുറച്ച് അറിവുണ്ടെങ്കിൽ, അതിനെ പറ്റിയിട്ട് കുറച്ചൊരു അറിവുണ്ടെങ്കിൽ നേടിയെടുക്കാൻ പറ്റുന്ന ഒരു സംഭവമുണ്ട് ഡയറക്ട് സെല്ലിങ്. അതൊരു ഇമ്പോസിബിൾ അല്ല. നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് വെച്ചാല് നമ്മൾ നേരത്തെ പറഞ്ഞ ഈ ബിസിനസ്സുകാർ, ഇൻവെസ്റ്റേഴ്സ്, ഇവര് ചെയ്യുന്ന അത്രയും കൂടി തുക മുടക്കാൻ നമ്മളെ കൊണ്ട് ഇന്ന് സാധിക്കുന്നു. ആലോചിച്ച് നോക്കും. നമുക്ക് ആഗ്രഹമുണ്ട്, നമ്മൾ വലിയൊരു ബിസിനസ് തുടങ്ങണം. അതിലാണെങ്കിൽ കുറെ സ്ഥലം വേണം, ലാബർ വേണം, ക്യാപിറ്റൽ വേണം, അതിനെക്കുറിച്ച് നല്ല അറിവ് വേണം. ഈ അറിവ് ഈ നാട്ടിലുള്ള എനിക്കോ നിങ്ങൾക്കോ നമുക്കോ ഉണ്ടാവും. അറ്റ്ലീസ്റ്റ് ഒരു ജ്വല്ലറി തുടങ്ങാൻ സാധാരണക്കാരന് ഒരു 2 കോടി രൂപ കയ്യിലുണ്ട്. പെട്ടെന്ന് പോയിട്ട് ലക്ഷേഴ്സ് തുടങ്ങാൻ, ജ്വല്ലറി തുടങ്ങാൻ അയാൾക്ക് സാധിക്കില്ല, പറ്റില്ല. തുടങ്ങിക്കഴിഞ്ഞാൽ അത് 8 നിലയിൽ പൊട്ടിപ്പോകും. കാരണം എന്താ? അതെങ്ങനെ നടത്തി വിജയിപ്പിക്കണം എന്നുള്ളതിനെ കുറിച്ച് അറിവ് അയാൾക്ക് ഉണ്ടെങ്കിൽ ആ ബിസിനസ് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം അത് അസാധ്യമാണ്, അത് അദ്ദേഹത്തിന് ചെയ്യാൻ കഴിയില്ല. എന്നാൽ ഇന്ന് അത് നമുക്ക് ടെക്നോളജി, ഒരു ഐഡിയ ഉപയോഗിച്ച് നമുക്കതിനെ ഓവർകം ചെയ്യാൻ പറ്റും. ഇന്ന് ലോകത്തിലെ ഒരുപാട് ആളുകൾ പല പല ഐഡിയകൾ ഉപയോഗിച്ചിട്ട് ലോകത്തിന്റെ പല ഭാഗത്തും കോടിക്കണക്കിന് രൂപയുടെ ആസ്തി ഉണ്ടാക്കി കാണാൻ കഴിയും. വെറും ആപ്പ് കൊണ്ട് മാത്രം പ്രവർത്തിക്കുന്ന ഊബർ, ഓയോ, ഫ്ലിപ്കാർട്ട്, ആമസോൺ, സ്വിഗ്ഗി, ഇതൊക്കെ ഇന്ന് ധാരാളമായിട്ട് ഇന്ന് നമ്മുടെ നാട്ടിൽ പോപ്പുലറാണ്. എല്ലാവർക്കും അറിയാം. എല്ലാവരും ആ ഒരു ഡയറക്ട് സെല്ലിംഗ് മേഖല നമ്മൾ ഉപയോഗിക്കാറുണ്ട്. ഇതെല്ലാം തന്നെ മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്ന മേഖലയെ വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം അവിടെ വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്നില്ല, പക്ഷെ പ്രോഡക്റ്റുകൾ അല്ലെങ്കിൽ ഒരു സേവനം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നേരിട്ട് ഒരു ടെക്നോളജിയുടെ സഹായത്തോട് കൂടിയിട്ട് ഇന്ന് ലോകത്തിന്റെ പല ഭാഗങ്ങളിലും ഇന്നാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു, അതിലൂടെ വിജയിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെയുള്ള ഒരു മേഖലയാണ് നമ്മുടെ ഈ ഒരു ഡയറക്ട് സെല്ലിംഗ് മേഖല എന്ന് പറയുന്നത്. ഇതിൽ നമുക്കറിയാം, നോ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് ആവശ്യമില്ല, രജിസ്ട്രേഷൻ ഫീസ് ആവശ്യമില്ല, നമ്മുടെ മുകളിൽ ലോ കോസ്റ്റ് ബിസിനസ് ആണ്, നോ ടാർഗറ്റ്, നോ ടൈം ലിമിറ്റ്, നോ ഏരിയ ലിമിറ്റ്, നോ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ റിക്വയർഡ്, നോ റിട്ടയർമെന്റ്, നോ എക്സ്പീരിയൻസ് റിക്വയർഡ്. ഇതൊന്നും നമുക്ക് ആവശ്യമില്ല ബിസിനസ് ഇത് തുടങ്ങാൻ. കാരണം നമുക്കും നാളത്തെ, ഇപ്പൊ നമുക്കറിയാം മുബൈ മുഹമ്മദ് സാറ്, അദ്ദേഹം ഇന്നിപ്പോ ആയിരക്കണക്കിന് കോടി ആസ്തി ഇന്നിപ്പോ ഓൾറെഡി അദ്ദേഹം ഉണ്ടാക്കിയിട്ടുണ്ടാവും. കാരണം അമേരിക്കയിൽ നിന്ന് സെറ്റിൽഡ് ആണ്, നാട്ടിൽ പോന്നിട്ടുണ്ടായിരുന്നു, തിരിച്ചു പോകുന്ന എനിക്കറിയില്ല. എന്തായാലും മാസം കോടിക്കണക്കിന് രൂപ വരുമാനം കിട്ടുന്ന ക്രൗൺ ഡയമണ്ട് എന്നുള്ള പൊസിഷനിലേക്ക് അദ്ദേഹം എത്തിയത് അദ്ദേഹം ഒരു ഡിസ്ട്രിബ്യൂട്ടർ ആയിട്ട് ജോയിൻ ചെയ്ത് വർക്ക് ചെയ്ത് പോയിട്ടാണ്. ഇതിൽ വലിയൊരു ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് ഒന്നും അദ്ദേഹം നടത്തിയിട്ടില്ല. ഇതൊന്നും അദ്ദേഹത്തിന് ബാധകമല്ലായിരുന്നു. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതൊക്കെ ആണെങ്കിൽ തന്നെ എന്തുകൊണ്ട് ഡയറക്ട് സെല്ലിംഗ് അത് എല്ലാം മേഖലയിൽ ചില ആളുകൾ വിജയിക്കും, ചില ആളുകൾ പരാജയപ്പെടും. വിൻ ലൂസ് അല്ലെ? ചില ആളുകൾ വിജയിക്കും, ചില ആളുകൾ പരാജയപ്പെടും. അത് ഇവിടെ അല്ലല്ലോ, എല്ലാവർക്കും അങ്ങനെയല്ലേ. ഒരു കോഴ്സിലാണെങ്കിൽ എല്ലാവരും പാസ്സാവുന്നില്ല. 10ാം ക്ലാസ് വരെ പാസ്സാവുന്നതിന് നമ്മൾ പറയുന്നത് വെറുതെയാണ്. എഴുതാനും വായിക്കാനും അറിയാത്ത ആളുകളാണ് 10ാം ക്ലാസ് പാസ്സാക്കി വിടുന്നത്. ഒരു ഗുണന പട്ടിക ചോദിച്ചു കഴിഞ്ഞാൽ പോലും അറിയാത്ത പിള്ളേരാണ് 40% 10ാം ക്ലാസ് പാസ്സാണ്. അത് വിടും, അത് സർക്കാരിന്റെ കാര്യം. ഇവിടെ നമ്മൾ മനസ്സിലാക്കി ബിസിനസ്സിൽ വിജയിക്കുന്നുണ്ട്, പരാജയപ്പെടുന്നുണ്ട്. എല്ലാ മേഖലയിലും ഉണ്ട്, ഇവിടെ മാത്രമല്ല. ഇത് മാത്രം ധരിപ്പിച്ച് കാണിക്കുന്നത് മാത്രം. എന്തുകൊണ്ട് പരാജയപ്പെടുന്നു? പല ആളുകൾക്കും എന്താണ് ബിസിനസ് എന്നുള്ളത് അറിയില്ല. പണത്തിന്റെ പിന്നാലെയാണ് കുറെ ആളുകൾ ഓടുന്നത്. അവസാനം പണം കിട്ടില്ല, മറിഞ്ഞു വീഴുന്നു, നഷ്ടപ്പെടുന്നു അല്ലെ? ചില ആളുകൾ വിചാരിക്കും ഡയറക്ട് സെല്ലിങ്ങും മണി ചീനും ഒക്കെ ഒരേപോലത്തെയാണ്. അങ്ങനെ വിചാരിച്ചിട്ടാണ് ഇതിന്റെ പിന്നാലെ പോകുന്നത്. അത് നമ്മളെ ആകർഷിക്കുന്ന ഒരു കാന്തമാണ്. അതായത് കാന്തം കുറെ നോട്ടുകൾ, ഡോളറുകൾ ആകർഷിക്കുന്ന ഒരു ചിത്രമാണ് നമുക്ക് കാണാൻ കഴിയും. അതേപോലെ തന്നെ നമ്മളെ ആകർഷിച്ച്, നമ്മളെ വശീകരിച്ച്, നമ്മളെ മോഹന വാഗ്ദാനങ്ങൾ നൽകി കുറെ ആളുകള് നമ്മുടെ നാട്ടിലുണ്ട് അല്ലെ? നമ്മുടെ നാട്ടിൽ സാധാരണ കച്ചവടം ചെയ്യുന്ന ആളുകളുണ്ട്, കഞ്ചാവും MDMA കച്ചവടം ചെയ്യുന്ന ആളുകളുണ്ട്. ഏതാണ് സർക്കാർ നിരോധിച്ചത്? സാധാരണ കിടക്കുന്ന കച്ചവടങ്ങൾ നിരോധിച്ചിട്ടില്ല. പക്ഷെ MDMA കഞ്ചാവും ഒക്കെ സർക്കാർ ചെയ്യാൻ പാടില്ല, പക്ഷെ അത് ചെയ്യുന്ന ആളുകളെ നമ്മുടെ നാട്ടിലില്ലേ? അപ്പോ എന്തുകൊണ്ട് ഇതൊക്കെ ഇവിടെ ഉണ്ടെങ്കിലും തെറ്റും ശരിയും നമ്മുടെ നാട്ടിൽ തന്നെ ഉണ്ട്. അപ്പൊ ഡയറക്ട് സെല്ലിംഗ് ആണെന്ന് പറഞ്ഞിട്ട് കുറെ ആളുകൾ എന്ത് ചെയ്യുന്നു? ഈ ഒരു മണി ചെയിൻ പോലത്തെ ഒരു സ്കീം വന്നാൽ ചിലപ്പോൾ അതിന് എന്തെങ്കിലും പേരിന് ഒരു പ്രോഡക്റ്റ്, അപ്പൊ ഇതാണ് അതെന്ന് വിചാരിച്ചിട്ട് അതിലേക്ക് പോകും. അവസാനം എന്താ സംഭവിക്കുക? അത് പരാജയപ്പെടും. പിന്നെ ഇതിൽ വിജയിക്കണമെങ്കിൽ അല്പം ഡെഡിക്കേഷൻ ആവശ്യമാണ്, കുറച്ച് കമ്മിറ്റ്മെന്റ് വേണം, അല്ലാതെ ഇത് വിജയിക്കാൻ കഴിയില്ല. കാരണം നമ്മൾ കുറച്ച് കാത്തിരിക്കാനും നമ്മൾ തയ്യാറാണ്, കുറച്ച് നമ്മൾ സമർപ്പിക്കണം. ഇതൊരു ബിസിനസ് ഉള്ള രീതിയിൽ നമ്മൾ ഇതിനെ കാണും. ബിസിനസ് വളർന്ന് വിജയിക്കണമെങ്കിൽ കുറച്ച് സമയം പിടിക്കും. ഇതൊരു ബിസിനസ് തന്നെയാണ്, കച്ചവടം തന്നെയാണ്. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പൊ ഇവര് ചെയ്യുന്ന പോലെ
ടാറ്റ ചെയ്യുന്ന പോലെ, അല്ലെങ്കിൽ റിലയൻസ് ചെയ്യുന്ന പോലെ, അല്ലെങ്കിൽ ലുലു മാളിൽ ചെയ്യുന്ന പോലെ കച്ചവടം തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. നമ്മുടെ ഷോപ്പ് തുറക്കുന്നു വെക്കണില്ല എന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങൾക്കറിയോ, ഇന്ന് ടാറ്റക്ക് നമുക്കറിയാം കോടിക്കണക്കിന് രൂപയുടെ ആസ്തിയുള്ള കമ്പനിയാണ്. വാഹനങ്ങളുടെ മേഖലയിൽ അവർ രാജാക്കന്മാരാണ്. അവരുടെ ഒരു പ്രോജക്റ്റ് നമ്മൾ കേട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അത്ഭുതപ്പെടുത്തും. ബാർബർ ഷോപ്പിലുള്ള മുടി കരാറെടുത്തിട്ട് കോടിക്കണക്കിന് രൂപ ലാഭം ഉണ്ടാക്കുന്നു. നമ്മുടെ നാട്ടിൽ ഇഷ്ടംപോലെ മുടിവെട്ടുന്ന ആളുകൾ. ഈ മുടി വിട്ട് പൈസ ആക്കാൻ ഈ പൊട്ടന്മാർക്ക് സാധിച്ചോ? ഇല്ല, ടാറ്റയ്ക്ക് അത് സാധിച്ചു. എന്തുകൊണ്ടാ? ടാറ്റ വിഗ് ഉണ്ടാക്കാൻ വേണ്ടി മുടി ആവശ്യമാണ്. കാരണം ആളുകളുടെ മുടി കൊഴിഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് അവർക്ക് ഒരു പ്രോജക്ട് റിപ്പോർട്ടിൽ നിന്നും മനസ്സിലാക്കിയപ്പോ അവരെന്ത് ചെയ്തു? ഇന്ത്യയിൽ കുറെ സലൂൺ ഓർഗനൈസേഷൻസ് ഉണ്ട്. അവരുമായിട്ട് ടൈപ്പായിട്ട് അവരുടെ മുടി മുഴുവൻ ഞങ്ങൾക്ക് എടുക്കും. സാധാരണ ഇത് എന്താ ചെയ്യുന്നത്? വേസ്റ്റ് ആയിട്ട് ആർക്കെങ്കിലും കൊടുത്തിട്ട് ഇത് ഒഴിവാക്കണം, കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് കാശ് കൊടുക്കുക ബാർബർ ഷോപ്പുകളിലൊക്കെ. മറിച്ച് ഇന്നത്തെ ആധുനിക കാലഘട്ടത്തിൽ വിവിധ കമ്പനികളുടെ ഷാമ്പൂ ഉണ്ട്, സോപ്പ് ഉണ്ട്. ഇതൊക്കെ തലയിൽ തേക്കുമ്പോ ഇവരുടെ ഒക്കെ തലമുടി പൊഴിയുന്നുണ്ട് എന്നുള്ളത്, കഷണ്ടി ആവുന്നുണ്ട് എന്നുള്ളത് ടാറ്റയ്ക്ക് മനസ്സിലായി, അവിടുത്തെ സയന്റിസ്റ്റുകൾക്ക് മനസ്സിലായി. അപ്പൊ അവര് മുൻകൂട്ടി കണ്ടു. ഓടുന്ന പട്ടിക്ക് ഒരു മുഴം മുന്നേ എറിയണമെന്നാണല്ലോ ചോദ്യം. അവര് മുൻകൂട്ടി കണ്ടുകൊണ്ടിട്ട് എന്ത് ചെയ്തു? നാളത്തേക്ക് കൂടുതൽ വിഗുകള് ഇന്ത്യയിൽ ആവശ്യം വരും. കാരണം 140 കോടി ജനങ്ങളാ ബ്യൂട്ടീഷ്യൻ കോൺസെപ്റ്റിലുള്ള ആളുകളാണ് നമ്മളെല്ലാവരും, അല്ലെ? നമുക്ക് വലിയ എല്ലാവരും ഒന്ന് നോക്കാതെ നമ്മളാരും പുറത്തേക്ക് പോകല്ല. കണ്ണാടി നോക്കിയിട്ട് തന്നെയല്ല ഒന്ന് പുറത്ത് മുടിയൊക്കെ ചെയ്യും, പൗഡറൊക്കെ ഇട്ട് ലിപ്സ്റ്റിക് ഒക്കെ ഇട്ട്, അല്ലെ? ലേഡീസ് ഒക്കെയാണ് എല്ലാവരും. അപ്പൊ മുടി കൊഴിച്ചിട്ട് നമ്മുടെ സൗന്ദര്യത്തെ ബാധിക്കും, നമ്മുടെ ആത്മവിശ്വാസം, നമ്മുടെ കോൺഫിഡൻസിനെ ബാധിക്കും എന്നുള്ളത് അവർക്ക് മനസ്സിലായപ്പോ വിഗ് ഉണ്ടാക്കുന്ന ഒരു കമ്പനി ഉണ്ടാക്കണമെങ്കിൽ മുടി ആവശ്യമാണ്. അസംസ്കൃത അതിവിടെ വെറുതെ കിട്ടും. അപ്പൊ അവരുമായിട്ട് എന്ത്, ഞങ്ങളിത് കൊണ്ടുപോയിട്ട് സംസ്കരിച്ചോളാം. സംസ്കരിക്കൊന്നുമല്ല, അവർ കൊണ്ടുപോയിട്ട് എന്ത് ചെയ്യുന്നു? അത് വിഗ് ഉണ്ടാക്കാൻ വേണ്ടി ഇത് കോടിക്കണക്കിന് രൂപ ഉണ്ടാക്കുന്നു. എന്നാൽ അത് മുറിച്ചു കളയുന്ന അയാൾക്ക് ഇത് അങ്ങനുള്ളൊരു കൺസെപ്റ്റ് ആയിട്ട് കൊണ്ടുവരാൻ സാധിച്ചോ? ഇല്ല. കാരണം അതിന്റെ പിന്നിലുള്ള ബിസിനസ് എന്താണെന്ന് നമ്മൾ ആളുകൾ പഠിച്ചില്ല. പക്ഷെ ടാറ്റ പഠിച്ചു. അത് ചെയ്തത് കച്ചവടമാണ്. അപ്പൊ ടാറ്റ മുടി വെക്കുന്ന കച്ചവടം ചെയ്യുന്നത് മോശം കച്ചവടമാണെന്ന് കച്ചവടമാണെന്ന് നമുക്ക് പറയാൻ പറ്റൂ? ഇല്ല. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത് വെച്ചാൽ ഇന്ന് ഗുലാത്തി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടാക്സേഷൻ സ്റ്റഡീസിന്റെ നേതൃത്വത്തിൽ ഇതിന് ഗൈഡൻസ് വരികയും സർക്കാർ ഇത് 100% ഗവൺമെന്റ് സപ്പോർട്ടോട് കൂടിയിട്ട് ചെയ്യുന്ന ഒരു ബിസിനസ് ആയിട്ട് ഇന്ന് ടാക്സിന് ഇന്ന് മാറിക്കൊണ്ടിരിക്കുന്നു. കൃത്യമായി ടാക്സ് കൊടുക്കുന്നു, കൃത്യമായിട്ട് എല്ലാം. ഇതിൽ കച്ചവടം ചെയ്യുന്ന ആളുകൾ ഉണ്ടാവും. ഈ കച്ചവടം ചെയ്യുന്ന ആളുകൾക്ക് പോലും പലപ്പോഴും നമ്മളെടുത്ത് നിന്ന് വാങ്ങുന്ന GST കൃത്യമായിട്ട് സർക്കാരിലേക്ക് കൊടുക്കുന്നില്ല. എന്നാൽ നമ്മൾക്കൊരു 500 രൂപയാണ് വരുമാനം കിട്ടുന്നതെങ്കിൽ കൃത്യമായിട്ട് ടാക്സ് കൊടുത്തിട്ടാണ് നമുക്ക് കിട്ടുന്നത്. നമ്മളെ പോലെ സത്യസന്ധമായിട്ട് പ്രവർത്തിക്കുന്ന ആളുകൾ, ഡയറക്ട് സെല്ലിംഗ് ചെയ്യുന്ന ആളുകളെ പോലെ സത്യസന്ധമായിട്ട് ഗവൺമെന്റിന് ടാക്സ് കൊടുക്കുന്ന ഒരാൾ പോലും ഉണ്ടോ എന്ന് ചോദിച്ചാൽ വിരലെണ്ണാവുന്ന വിഭാഗങ്ങൾ മാത്രമേ ഇന്ന് ടാക്സ് കൊടുക്കൂ. അതുകൊണ്ട് നമ്മൾ അഭിമാനിക്കാം. മാത്രമല്ല, ഇത് മറ്റൊരു അഭിമാനം എന്ന് പറയുന്നത് ഇന്ത്യയിലെ അറിയപ്പെടുന്ന അല്ലെങ്കിൽ ലീഡിംഗ് മോസ്റ്റ് പവർഫുൾ ഡയറക്ട് സെല്ലിംഗ് കമ്പനിയാണ് നമ്മുടെ MI ലൈഫ് സ്റ്റൈൽ മാർക്കറ്റിംഗ് കമ്പനി എന്ന് പറയുന്നത്. ഇന്ന് കമ്പനിയെ കുറിച്ച് ഞാൻ ഡീറ്റെയിൽസ് ഒന്നും പറയുന്നില്ല. കമ്പനിയുടെ ഹെഡ് ഓഫീസും മറ്റൊക്കെ നമുക്ക് അറിയാവുന്നതാണ്. പ്രോഡക്റ്റുകളെ പറ്റി നമുക്ക് അറിയാവുന്നതാണ്. എലമെന്റ്സ്, അതേപോലെ തന്നെ ഓൺ ആൻഡ് ഓൺ, ഹോം കെയർ, പേഴ്സണൽ കെയർ, ഇന്ത്യ ഗ്രോ തുടങ്ങിയിട്ടുള്ള വ്യത്യസ്ത ബ്രാൻഡുകളിൽ 160-ലധികം പ്രോഡക്റ്റുകൾ നമ്മുടെ കമ്പനിക്കുണ്ട്. എല്ലാം തന്നെ കച്ചവടം ചെയ്യാനുള്ള പെർമിഷനാണ് നമുക്ക് തരുന്നത്. കച്ചവടം ചെയ്യാന്ന് പറയുന്നത് മോശം കാര്യമാണെന്ന് നമ്മൾ ഒരിക്കലും വിചാരിക്കരുത്. ലോകത്തിന്റെ എല്ലാ കോടീശ്വരന്മാരും കച്ചവടക്കാരാണ്. അത് നമ്മൾ ആദ്യം മനസ്സിലാക്കുക. അവര് ഷോപ്പിൽ വെച്ച് ചെയ്യുന്നു, നമ്മൾ വീട്ടിൽ വെച്ച് ചെയ്യുന്ന വ്യത്യാസമുള്ളൂ. പണ്ട് ജഗതി പറഞ്ഞ പോലെ നമ്മളിട്ട ട്രൗസർ, സായിപ്പിട്ട ബർമുട, രണ്ടും ഒന്ന് തന്നെയാണ്, ഉപയോഗം തന്നെയാണ്, അല്ലേ? അപ്പോ ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇവിടെ കമ്പനിയുടെ പ്രൊഡക്റ്റിന്റെ ഡീറ്റെയിൽസ് ഒന്നും വ്യത്യസ്ത ബ്രാൻഡുകളിലുള്ള പ്രൊഡക്റ്റ്, നല്ല ക്വാളിറ്റി, ആയുഷ് പ്രീമിയം ക്വാളിറ്റിയുടെ ഉൽപ്പന്നങ്ങൾ. ഇന്ന് ഇന്ത്യയിൽ ഇതിനേക്കാളും നല്ലൊരു പ്രോഡക്റ്റ് ആണ് വേറെ ഉണ്ട് എന്ന് പറയാനില്ല. കാരണം എന്താ? ആയുഷ് പ്രീമിയം സർട്ടിഫിക്കറ്റ് ഉള്ള ഉൽപ്പന്നങ്ങളാണ്. കേന്ദ്ര സർക്കാരിന്റെ ഗ്യാരണ്ടി പോലും നമ്മൾ ഉൽപ്പന്നങ്ങൾക്ക് ഉണ്ട്. പവർഫുൾ ബിസിനസ് സിസ്റ്റം ഉണ്ട്. കാരണം ഹൈബ്രിഡ് പ്ലാനാണ്, നമ്മൾ ബൈനറി ഹൈബ്രിഡ് പ്ലാനാണ്. അതിനെക്കുറിച്ചൊന്നും ഞാൻ കൂടുതലും പറയുന്നില്ല. ഹൈ പ്രൊഫൈൽ മാനേജ്മെന്റ്. ഇനി ഇതെങ്ങനെയാണ് നമ്മൾ ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യും? വളരെ സിമ്പിളാണ്, നിങ്ങൾ കേട്ടിട്ടുള്ളതാണ്. നമ്മുടെ പേര് രജിസ്റ്റർ ചെയ്യുക, ആവശ്യമുള്ള സാധനങ്ങൾ വാങ്ങുക, അതേപോലെ തന്നെ ഈ പ്രോഡക്റ്റ് ഉപയോഗിക്കുക, ഇഷ്ടമുള്ള ആളുകൾക്ക് റെക്കമെൻഡ് ചെയ്യുക. ഇത്രയേ ഉള്ളൂ, സിമ്പിളാണ്. അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് വരുമാനങ്ങളാണ് ഈ ഡയറക്ട് സെല്ലിംഗ് അഥവാ നമ്മുടെ മൈ ലൈഫ് കമ്പനിയിലൂടെ നമുക്ക് കിട്ടുന്നത്. ഒന്നാമത്തെ വരുമാനം റീറ്റെയിൽ പ്രോഫിറ്റ് ആണ്. ഇത് ഡെയിലി കിട്ടും.
20 മുതൽ 40% മാർജിനില് നമുക്ക് വരുമാനം കിട്ടും. ഒരു 1000 രൂപ വരുമാനം ഉണ്ടാക്കാൻ ഒരു 2000 3000 സാധനങ്ങൾ വിറ്റാൽ മതി. അല്ലെങ്കിൽ 1000 രൂപ MRP സാധനം വിറ്റാൽ 400 രൂപ നമുക്ക് വരുമാനം കിട്ടുന്നു. ഡെയിലി ഒരു 10 പേസ്റ്റ് വിറ്റ 500 രൂപ നമുക്ക് ലാഭം കിട്ടും. അതാണ് റീറ്റെയിൽ പ്രൈസ്. രണ്ടാമത്തെ ഒരു വരുമാനം കമ്പനി തരുന്ന രണ്ടാമത്തെ ഒരു വരുമാനമാണ് സെയിൽസ് ടേൺ ഓവർ. അത് ആഴ്ചയിൽ 12%. ഒരാഴ്ചയിൽ നമ്മുടെ ടീമിലൂടെയോ നമ്മൾ വാങ്ങിയതിന്റെയോ സെയിൽസ് ടേൺ ഓവർ കണക്കിട്ട് 2,10,000 വരെ ആഴ്ചയിൽ നമുക്ക് മാക്സിമം തരും. ഒരു ഐഡിയ 3 ഐഡിയ വരെ നമുക്ക് കിട്ടും. 3 ഐഡിയ വരെ വരുമാനം ഉണ്ടാക്കാം. 6 ലക്ഷത്തിലധികം വരുമാനം ഉണ്ടാക്കാം. പിന്നെ ഓരോ ബിസിനസ് കൂടെ കൂടുന്നതനുസരിച്ച് നമുക്ക് റാങ്ക് ഉണ്ട്. ആ റാങ്കിനനുസരിച്ച് മാസം നമുക്ക് കിട്ടുന്ന വരുമാനം വേറെയും. ഒന്നാലോചിച്ചു, നിത്യ വരുമാനം കിട്ടുന്നുണ്ട്, ആഴ്ച വരുമാനം കിട്ടുന്നുണ്ട്, മാസ വരുമാനവും കിട്ടുന്നുണ്ട്. ഇത് കൂടാതെ നമ്മുടെ ടീമിലൂടെ നടക്കുന്ന ബിസിനസ് വോളിയത്തിന്റെ വേറെ ചില മാസത്തിൽ കിട്ടുന്ന വരുമാനമുണ്ട്. ഓവർ റൈഡിങ് ബോണസ് എന്നും പറഞ്ഞിട്ട്, പെർഫോമൻസ് ബോണസ് എന്നും പറഞ്ഞിട്ട് അങ്ങനെ മാസത്തിൽ കിട്ടുന്ന ഒരു വരുമാനം വേറെ ഉണ്ട്. സ്റ്റാർ പെർഫോമൻസ് ബോണസ് എന്ന് പറയുന്ന മാസത്തിൽ വേറൊരു വരുമാനമുണ്ട്. ലോയാലിറ്റി ബോണസ് റീപർച്ചേസിംഗിന് കിട്ടുന്ന മാസത്തിൽ കിട്ടുന്ന മറ്റൊരു വരുമാനമുണ്ട്. ലോയാലിറ്റി ബോണസ് അത് മാസത്തിൽ കിട്ടുന്ന മറ്റൊരു വരുമാനമുണ്ട്. ഇത് ഓരോ റാങ്കുകാർക്ക്, നാഷണൽ ടീം കോർഡിനേറ്റർക്ക് ബോണസ് NTC ബോണസ് ഉണ്ട് മാസം. അത് NTC റാങ്കിൽ മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതേപോലെ തന്നെ അവാർഡ്സ്, റിവാർഡ്സ്, അങ്ങനെ വ്യത്യസ്ത കാര്യങ്ങളുണ്ട്. ഇതൊക്കെ നമുക്ക് മറ്റൊരു ക്ലാസ്സിൽ പിന്നീട് ചർച്ച ചെയ്യാം വളരെ വിശദമായിട്ട്. അപ്പോ വ്യത്യസ്തമായിട്ടുള്ള ആദ്യത്തെ 3 വരുമാനം നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. റീറ്റെയിൽ പ്രോഫിറ്റ്, സെയിൽസ് ടേൺ ഓവർ, പെർഫോമൻസ് ബോണസ്. ഇത് നമുക്ക് എല്ലാ ആളുകൾക്കും കിട്ടാവുന്നതാണ്. അത് കിട്ടുമ്പോൾ മറ്റുള്ളതൊക്കെ റാങ്ക് കൂടുന്നതനുസരിച്ച് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കും. എങ്ങനെയാണ് നമുക്ക് റീറ്റെയിൽ പ്രോഫിറ്റ് കിട്ടുന്നത് ജസ്റ്റ് ഒന്ന് നോക്കും. 194 രൂപയുടെ MRP ഉള്ള നമ്മുടെ 150 ഗ്രാമുള്ള പേസ്റ്റിന്റെ DP പ്രൈസ് 143 രൂപയാണ്. ഒരെണ്ണം വിറ്റ 51 രൂപ കിട്ടും അല്ലെ? അങ്ങനെയാണെങ്കിൽ 10 എണ്ണം ഡെയിലി വിൽക്കാൻ കഴിഞ്ഞിട്ടില്ല 15,500 രൂപ നമുക്ക് മാസം ഉണ്ടാക്കാൻ കഴിയും. രാവിലെ തൊട്ട് ഉച്ച വരെ നമ്മളൊന്ന് ഫീൽഡിലേക്ക് ഇറങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 15,500 രൂപ നമുക്ക് വരുമാനം കിട്ടും. നമ്മള് ലുലുമാള് തുടങ്ങാനുള്ള കോടിക്കണക്കിന് രൂപയോ AC ഒന്നും വേണ്ട, പണിക്കാരൊന്നും വെക്കണ്ട. അവരും പേസ്റ്റ് വെക്കുന്നു, നമ്മളും പേസ്റ്റ് വെക്കുന്നു അല്ലെ? എന്താ വ്യത്യാസം? നമ്മളിവിടെ വീട്ടില് നടന്നു വെക്കുന്നു, അയാൾ അവിടെ AC ഹാളിലിട്ട് വെക്കുന്നു. അങ്ങനെയാണെങ്കിൽ 15,500 രൂപ നമുക്കിവിടെ വരുമാനം കിട്ടും. അവിടെ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഒന്നിരിക്കാനും കൂടി പറ്റാത്ത സെയിൽസിൽ നടക്കുന്ന 3,000 രൂപയോ അല്ലെങ്കിൽ 10,000 11,000 രൂപയാണ് അവിടുത്തെ സെയിൽസിന് നിൽക്കുന്ന ആൾക്ക് കിട്ടുന്നുള്ളൂ. അപ്പൊ ഏതാണ് മെച്ചം? തിരിച്ചറിവ് വേണം. ഒരു ലേഹ്യം വിറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് 400 ചില്ല രൂപ നമുക്ക് ലാഭം കിട്ടും. അങ്ങനെയാണെങ്കിൽ 5 ലേഹ്യം വിറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ദിവസം 5 കവചപ്രാശം വിറ്റ് കഴിഞ്ഞാൽ 66,750 രൂപ നമുക്ക് കിട്ടും. ഇത് ലുലു മാളിലുള്ള നമ്മുടെ നാട്ടിലുള്ള ഒരു മാനേജർക്ക് പോലും ഇത്ര വരുമാനം കിട്ടുന്നില്ല. വിദേശത്തൊക്കെ കിട്ടുന്നുണ്ട്. പറഞ്ഞു വരുന്നത് ഒരു ഹയർ സെക്കൻഡറി അധ്യാപകന്റെ ശമ്പളമാണ് 66,750. എന്നത് കേൾക്കുന്ന എത്ര പേർക്ക് ഹയർ സെക്കൻഡറി അധ്യാപകരാവാനുള്ള ക്വാളിഫിക്കേഷൻ ഉണ്ടെന്ന് എനിക്കറിയില്ല. നമുക്ക് PG വേണം, MA വേണം, MCOM അല്ലെങ്കിൽ MSc അല്ലെങ്കിൽ B.Ed വേണം, സെറ്റ് വേണം, നെറ്റ് വേണം. ഇതൊക്കെ കഴിഞ്ഞ് സർക്കാരിന്റെ പരീക്ഷ എഴുതണം. ഇല്ലെങ്കിൽ ഒരു 50 ലക്ഷം രൂപയ്ക്ക് മുകളിൽ മാനേജർക്ക് കൈക്കൂലി കൊടുത്തിട്ടുണ്ടെങ്കിൽ ജോലി കിട്ടാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ സർക്കാരിന്റെ പരീക്ഷ എഴുതണം. അത് കഴിഞ്ഞാൽ ഹയർ സെക്കൻഡറി അധ്യാപകർക്ക് ശമ്പളം കിട്ടും. 65,000 അടുത്ത് സാലറി കിട്ടും. ഇവിടെ 5 ലേഹ്യം വിറ്റ് കഴിഞ്ഞാൽ 66,000 കിട്ടും. ഏതാണ്? നമുക്ക് അവിടേക്ക് എത്താൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ, വിദ്യാഭ്യാസം കൊണ്ട് നമുക്ക് അവിടെ എത്താൻ പറ്റത്തില്ലെങ്കിൽ, സമ്പത്ത് കൊണ്ട് അവിടെ എത്താനുള്ള ശ്രമം നമുക്ക് നടത്താനുള്ള സാധ്യത കമ്പനിയോട് തന്നിട്ടുണ്ട്. ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്തോ, അതാണ് കമ്പനി പറയുന്നത്. ഓക്കെ. അതേപോലെ ഞാൻ ഒറ്റ കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. ഈ 2,10,000 കിട്ടുമോ ഇല്ലയോ എന്നുള്ളത് ഇന്നും പല ആളുകൾക്ക് സംശയമാണ്. ചിലവർക്ക് കിട്ടും, ചിലവർക്ക് കിട്ടില്ല. പണ്ട് കോവിഡ് കാലത്ത് ഒരു വീഡിയോ ഉണ്ടാക്കിയില്ലേ, ഒരു വീഡിയോ ഉണ്ടാക്കിയില്ലേ, കടലാസ് കൊണ്ട് ഒരു പൂക്കൾ ഉണ്ടാക്കിയിട്ട് വീഡിയോ തത്സമയം സംപ്രേഷണം ചെയ്തപ്പോൾ പരാജയപ്പെട്ടു പോയി. അവൻ ആ പൂക്കളെ വലിച്ചപ്പോ പൊട്ടിപ്പോയി. പക്ഷെ അവൻ പറഞ്ഞത് എന്താ? ചിലവൾക്ക് ശരിയാവും, ചിലവൾക്ക് ആവൂല. എന്റേത് ശരിയായില്ല, പക്ഷെ നിങ്ങൾ എങ്ങനെ ചെയ്തു നിങ്ങൾക്ക് ശരിയാവും. എനിക്കും അതന്നെ പറയാനുള്ളത്. ചില ആളുകൾക്ക് കിട്ടും, ചില ആളുകൾക്ക് കിട്ടില്ല. പക്ഷെ എല്ലാവർക്കും കിട്ടാനുള്ള അവസരം കൂടെ തന്നിട്ടുണ്ട്. നിങ്ങൾ ആലോചിച്ചു നോക്കും, നിങ്ങളുടെ 2-3 വാർഡുകൾ, നിങ്ങളുടെ വീട് നിൽക്കുന്ന 2-3 വാർഡുകളിലെ കുടുംബങ്ങളുടെ എണ്ണം നോക്കിയാൽ ഒരു 2,500-3,000 വീടുകൾ വരിക. ഇന്നിപ്പോ ഏതൊരു പഞ്ചായത്ത് വാർഡിലോ മുനിസിപ്പൽ വാർഡുകളിലോ 500-ൽ കൂടുതൽ വീടുകളുണ്ട്. ഇവരെല്ലാം തന്നെ സോപ്പ് ഉപയോഗിക്കുന്നു, പേസ്റ്റ് ഉപയോഗിക്കുന്നു, നമ്മളെ പല ഉൽപ്പന്നങ്ങളും ഉപയോഗിക്കുന്നുണ്ട്. വേറെ ഏറ്റവും ബ്രാൻഡിന്
അവർക്ക് ഒരു ഇന്ത്യൻ കമ്പനി ആയിട്ടുള്ള നൈലാക്കിനെ പരിചയപ്പെടുത്തി കൊടുക്കുക. എന്നിട്ട് അവർക്ക് എന്ത് ചെയ്യുക, അവരെ നമ്മളിതിൽ അസോസിയേറ്റ് ചെയ്യിപ്പിക്കുക. അവർക്ക് 1000 ബിസിനസ് വോളിയം വരുന്ന പ്രോഡക്റ്റുകൾ അവർക്ക് കൊടുക്കുക. 1750 കുടുംബങ്ങളെ നിങ്ങൾക്ക് എന്ന് ഒരു ബ്രാഞ്ചിൽ അസോസിയേറ്റ് ചെയ്യിപ്പിക്കാൻ സാധിക്കുമോ? നിങ്ങൾ അന്ന് 210 കിട്ടുന്ന സീഡിംഗ് അച്ചീവർ ആവും. 1750 ആള് 1000 രൂപയുടെ സാധനം വാങ്ങുകയാണെങ്കിൽ 17.5 ലക്ഷം രൂപയുടെ ബിസിനസ് വോളിയമാണ്. ഈ 1750 ആള് അല്ലെങ്കിൽ 2000 ആളെ കിട്ടാൻ എത്ര വാർഡ് വേണം? ഞങ്ങൾ കുറ്റിപ്പുറം പഞ്ചായത്തിൽ തന്നെ 25,000 മുകളിൽ ജനസംഖ്യ. ഇതിന്റെ ഒരു ലക്ഷത്തിൽ ഒന്ന് പോലും ഇവിടെ ഡിസ്ട്രിബ്യൂട്ടർമാരായിട്ടില്ല. കാരണം തിരിച്ചറിഞ്ഞ് ഇപ്പോഴും ആളുകൾക്ക് വന്നിട്ടില്ല. അപ്പൊ മലപ്പുറത്ത് തന്നെ ലക്ഷക്കണക്കിന് ജനസംഖ്യയുണ്ട്. അപ്പൊ നിങ്ങള് ഒരു പഞ്ചായത്ത്, നിങ്ങൾ താമസിക്കുന്ന പഞ്ചായത്തിലെ ഒരാളെ ബ്രാഞ്ച് ഒന്നിൽ അസോസിയേറ്റ് ചെയ്യിപ്പിക്കുക. അയാളിലൂടെ 2 വർഷങ്ങളോ അല്ലെങ്കിൽ 1-2 മാസങ്ങളോ എന്താവണോ അന്ന് കിട്ടും, അത്രേ ഉള്ളൂ. ഇത് റീപർച്ചേസ് ഉള്ളതാണ്. ഒരിക്കൽ വാങ്ങിയാൽ വീണ്ടും വീണ്ടും നമുക്ക് കിട്ടും. കാരണം എന്താ, ഇത് സോപ്പ് ആൾക്ക് ആവശ്യമുള്ളതാണ്, പേസ്റ്റ് ആളുകൾക്ക് ആവശ്യമാണ്, ആളുകൾക്ക് ആവശ്യമുള്ള സാധനമാണ് നമ്മൾ കൊടുക്കുന്നത്. സർക്കാർ ഇത് പ്രൊമോട്ട് ചെയ്യുന്നു, നിങ്ങളിത് പ്രൊമോട്ട് ചെയ്യുന്ന പറയുന്നു, വരുമാനം ഉണ്ടാക്കുമെന്ന് പറയുന്നു. ബ്രാഞ്ച് ഒന്ന് നിങ്ങൾ അടുത്തുള്ള പഞ്ചായത്തിൽ അല്ലെങ്കിൽ അടുത്തുള്ള ജില്ലയിൽ, നമ്മളെ 2,10 കിട്ടാൻ നമ്മൾ ജില്ല വിട്ടു പോകണ്ട. ശരിക്കും അത്രമാത്രം ആളുകൾ നമ്മുടെ നാട്ടിൽ. പക്ഷെ ചെയ്യണ്ടേ, ചെയ്യാൻ പറ്റണില്ല. നമ്മൾ പോയി പ്രായം പറയുന്ന ആളുകളിൽ നോ എന്നാണ് പറയുന്നത്. എന്താണ്, റിസ്ക് എടുക്കാൻ ഏറ്റവും മടിയന്മാരായിട്ടുള്ള ആളുകളാണ് 95% വരുന്ന എംപ്ലോയീസ് ആയിട്ട് സെൽഫ് എംപ്ലോയീസ്. ആളുകൾ നമ്മൾ പറയുമ്പോൾ കുറച്ച് സമയമെടുക്കും അല്ലെ, മനുഷ്യന്മാരാണ്, സമയമെടുക്കും. എല്ലാ കാര്യത്തിനും അങ്ങനെ ഒരു സമയമുണ്ട്. ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ നമ്മളൊരു മനുഷ്യന്റെ ഒരു കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നടക്കാൻ പഠിക്കുന്നത് എപ്പോഴാണ്? 1 വയസ്സ് കഴിയുമ്പോഴാണ് നടക്കാൻ പഠിക്കുന്നത് അല്ലെ. ഒരു ഓടാൻ പഠിക്കുന്നത് എപ്പോഴാണ്? ഒരു 2 വയസ്സെങ്കിലും കഴിഞ്ഞു. അത് അത്യാവശ്യം ഒരു സ്റ്റെയർ കേസ് ഒക്കെ കയറാൻ തുടങ്ങുന്നത് ഒരു 3 വയസ്സാകുമ്പോഴാണ് അല്ലെ. മനുഷ്യന്മാർക്ക് അതേ സാധിക്കുള്ളൂ. എന്നാൽ ഒരു പശുക്കുട്ടി ജനിച്ച് അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നടക്കാൻ തുടങ്ങും. ആട്ടിൻകുട്ടി പ്രസവിച്ച ഒരു ആട്ടിൻകുട്ടി 1 മണിക്കൂർ കഴിഞ്ഞാൽ ചാടി കളിക്കാൻ തുടങ്ങും. എന്നാ ഇതുവരെ ഒരു പശു ജനിച്ച് 1 മണിക്കൂർ കഴിഞ്ഞ് അത് എണീച്ചില്ലെങ്കിൽ നമ്മളെ ഒരു പശുവിനെ കുറ്റം പെടുത്തിയിട്ടില്ല. നമ്മളെ കുട്ടി 5ാം ക്ലാസ്സിൽ 5 വയസ്സാകുമ്പോഴാണ് 1ാം ക്ലാസ്സിലേക്ക് പോകുന്നത്. 3 വയസ്സാകുമ്പോൾ മദ്രസയിലേക്കോ അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നു, നമ്മള് LKG വിടും. 3 വയസ്സ് പ്രായമാകുമ്പോൾ വിദ്യാരംഭം കുറിക്കും. ഒരു കുട്ടീനെ സ്കൂളിലേക്ക് കൊണ്ടുവിടും. കുട്ടിക്ക് സ്വന്തം കാര്യങ്ങൾ നോക്കാൻ അറിയില്ല. പക്ഷെ 3 വയസ്സിൽ ഒരു പശു അമ്മയാണ്, പ്രസവിച്ചു. അറിയോ നിങ്ങൾക്ക്? നമ്മുടെ നാട്ടിൽ ഒരു പശുക്കുട്ടി ജനിച്ചു വീണ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 1.5 വയസ്സാകുമ്പോൾ മതിലക്ഷണം കാണിക്കും. അതിന് ചനക്ക് കുത്തിവെച്ച് കഴിഞ്ഞാൽ 2.5 വയസ്സ് 3 വയസ്സിന്റെ ഉള്ളിൽ ഒരു പശു അമ്മയാണ്. അതിന് നമുക്ക് കറക്കാൻ പറ്റും, അതിൽ നിന്ന് പ്രൊമോഷൻ കിട്ടും. മനുഷ്യന്മാര് 3 വയസ്സായിട്ടുണ്ടെങ്കിൽ കുട്ടിയാ, അതിന് 15 വയസ്സ് വരെ സ്കൂളിലാ അല്ലെ. അത് പ്രസവിക്കണമെങ്കിൽ അറ്റ്ലീസ്റ്റ് ഇന്നത്തെ കാലത്ത് 18-ഒക്കെ നടന്നിരുന്നു. ഇപ്പൊ 20 വയസ്സെങ്കിലും കഴിയണം. കാത്തിരിക്കണം, ക്ഷമ വേണം, വെറുതെ നടക്കണം. മനുഷ്യന്മാരുടെ കാര്യത്തിൽ എപ്പോഴും കുറച്ച് സമയം കൊടുത്തിട്ടുണ്ട് അല്ലെ. 9 മാസവും 10 ദിവസവും അല്ലെങ്കിൽ 272, 250 ദിവസം വരെ കാത്തിരിക്കണം എന്നാണ്. പശുക്കൾക്കാകുമ്പോൾ 300 ദിവസം കാത്തിരിക്കണം എന്നാണ് പ്രസവത്തിന്. ഒരു ഗർഭം ധരിച്ച് 1 മാസം കഴിഞ്ഞ് പ്രസവിക്കുന്നതിന് പ്രസവം എന്നല്ല പറയാ, അബോർഷൻ എന്നാ പറയാ. 4 മാസം കഴിഞ്ഞ് പ്രസവിക്കുകയാണെങ്കിൽ അബോർഷൻ എന്നാ പറയാ, പ്രസവം എന്ന് പറയില്ല. അതിനെ ടൈം വരെ കാത്തിരിക്കണം, ക്ഷമ വേണം. നിങ്ങൾ ഇന്ന് ജോയിൻ ചെയ്തു, 1 വർഷമായി 2 വർഷമായി, ടീമായില്ല, ക്ഷമിക്കണം. മനുഷ്യന്മാരാണ്, സമയമെടുക്കും. കാരണം പശുക്കളെ പോലെ 3-ാം വർഷം പ്രസവിക്കുന്ന ജീവിയല്ല മനുഷ്യൻ, സമയമെടുക്കും കേട്ടോ. അപ്പൊ കുറച്ച് ക്ഷമിക്കണം, കാരണം ഇത് ബിസിനസ്സാണ്. ഒരു 1700, 2000 ആളുകൾ നിങ്ങളെ ടീമിൽ എന്ന് വരുന്നു, അന്ന് അവർ 1000 രൂപയുടെ സാധനം വാങ്ങിയാൽ നമ്മളൊക്കെ 210 കിട്ടും, ഒരു സംശയം വേണ്ട. മാക്സിമം വീക്കിലി 2,10,000, ആഴ്ചയിൽ 8,10,000 കിട്ടാൻ നമ്മുടെ നാട്ടിൽ ആളുകളുണ്ട്. ഞാൻ ഈ ഒരു വ്യക്തിയെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് പരിചയപ്പെടാം. നിങ്ങൾ പലരും യൂട്യൂബിൽ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി അല്ലെ. ഇയാളുടെ പേരെന്താണെന്നറിയോ? ധോളി ചായവാല സുനിൽ. മഹാരാഷ്ട്രയിലാണ്. 7 രൂപയിലാണ് ഇയാൾ തുടങ്ങുന്നത്. ഇന്ന് 500 കപ്പ് ചായ ഡെയിലി അയാൾ കൊടുക്കുന്നുണ്ട്. ചായ ഉണ്ടാക്കുന്ന ആളാണ്. ധോളി ചായ ഭയങ്കര ഹിറ്റാണ്, യൂട്യൂബിലൊക്കെ വൈറലാണ് ഇയാള് അയാളുടെ സ്റ്റൈല് ഒരു കാര്യത്തില്ല. ചായ ഉണ്ടാക്കുന്നത് അതാണ്. കെയർ ബേക്കറിലും ഇവിടുത്തെ തട്ടുകടയിലും നമ്മൾ കുടിക്കുന്നത് ഇതേ ചായയാണ്. പക്ഷെ അയാൾ ആ ചായ ഉണ്ടാക്കുന്ന രീതി, അയാളുടെ ആക്ഷൻ,
അയാളുടെ കോമഡി, അയാളുടെ പ്രസന്റേഷൻ ആളുകളെ ഇരുത്തി. വെറുതെ ആവശ്യമില്ലെങ്കിലും നമ്മൾ അവിടുത്തെ ചായ കുടിച്ചു. ഇപ്പോ അയാള് സെലിബ്രിറ്റിയാണ്, കോടികളെ വരുമാനം. ഒരു ഉദ്ഘാടനത്തിന് അയാൾ 10 ലക്ഷമാണ് ഇപ്പൊ വാങ്ങുന്നത്. അയാൾ എറണാകുളത്ത് വന്നിരുന്നു, അന്ന് 5 ലക്ഷം രൂപയാണ് ഒരു ഉദ്ഘാടനത്തിന് വന്നു. അപ്പോ ഒന്ന് ആലോചിച്ച് നോക്കുക, അയാൾ ഇപ്പോഴും അയാൾ എന്തുകൊണ്ടില്ല ചായ കച്ചവടമാണ് ചെയ്യുന്നത്, പക്ഷെ കോടീശ്വരനാണ്. എന്താ ചെയ്തത്? ചായ വിറ്റിട്ട് കോടീശ്വരനായിട്ടുള്ള ഒരു വ്യക്തിയാണ് മഹാരാഷ്ട്രയിലുള്ള വ്യക്തി. അപ്പൊ ഇത് ഗൂഗിളിലൊന്ന് അടിച്ചു നോക്കിയാൽ അറിയാം ഇത് എങ്ങനെയാണ് ഇയാൾ തുടങ്ങിയത്, എങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോ വിന്നേഴ്സ് നെവർ ഡു ഡിഫറെന്റ് തിങ്സ് ബട്ട് ദേ ഡു തിങ്സ് ഡിഫറെന്റ്ലി. അത്രയേ ഉള്ളൂ. വിജയികൾ വ്യത്യസ്തമായ കാര്യങ്ങളല്ല ചെയ്യുന്നത്, കാര്യങ്ങൾ വ്യത്യസ്തമായ രീതിയിലാണ് ചെയ്യുന്നത്. ഒരു പ്രത്യേക രീതിയിൽ ആക്ഷനിൽ ചായ അടിക്കാൻ തുടങ്ങിയപ്പോൾ, ആളുകൾ അവിടെ നിന്ന് ചായ കുടിക്കാൻ തുടങ്ങിയപ്പോൾ അയാളുടെ വാക്സാമർത്ഥ്യത്തിൽ അതൊരു ഭയങ്കര രസകരമായിട്ട് തോന്നി. അപ്പൊ അവിടെ കച്ചവടം കൂടി. മനസ്സിലായോ? ഇന്ന് അയാൾ സെലിബ്രിറ്റിയായി, വളരെ മെലിഞ്ഞിട്ടുള്ള ഒരു മനുഷ്യനാണ്. അയാള് അന്ന് 5 ലക്ഷം, ഇപ്പോ 2025 ആയപ്പോ ഒരു ഉദ്ഘാടനത്തിന് ഇയാൾ വാങ്ങുന്നത് 10 ലക്ഷമാണ്. അങ്ങനെയും വരുമാനം ഉണ്ടാക്കി. ഇയാളെ ഹിറ്റ് ആക്കിയത് ആരെന്ന് വെച്ചാൽ ബിൽഗേറ്റ്സ് ആണ് തൊട്ടടുത്ത് നിൽക്കുന്നത്. ബിൽഗേറ്റ്സ് മഹാരാഷ്ട്രയിൽ വന്നപ്പോ ഒരു ദിവസം ഇയാളുടെ ചായക്കടയിൽ ഇയാളുടെ ആക്ഷൻ യൂട്യൂബിലും മറ്റൊക്കെ കണ്ടിരുന്നു, ഇൻസ്റ്റാഗ്രാമിൽ. അയാൾക്ക് അയാൾ ഫോളോവർ ഉണ്ട്, 4 ലക്ഷം ഫോളോവേഴ്സ് ആണ് ഇയാൾക്കുള്ളത്. അതിന്റെ വരുമാനം വേറെ. അപ്പൊ ഓരോ കമ്പനിക്കാരും അവരുടെ പ്രോഡക്റ്റുകൾ ഇവരെ യൂട്യൂബിന്റെ പരസ്യത്തിലൂടെ ഇയാൾക്ക് അങ്ങനെയും വരുമാനം കിട്ടും. ആലോചിച്ചു നോക്കും. അയാളുടെ മണ്ടയിൽ വരച്ച് നമ്മളെ മൂട്ടിൽ വരച്ചാൽ മതി എന്ന് ചിലപ്പോൾ എനിക്ക് തോന്നിയിട്ടുണ്ട്. എന്നെ എടുത്തിട്ട് പൊട്ടക്കാട്ടിൽ അറിയാൻ തോന്നി. കാരണം ഇത് ആലോചിച്ച് നോക്കുക, ഈ വലിയ വിദ്യാഭ്യാസമുള്ള ആളുകളൊന്നും അല്ല ലോകത്തിൽ വിജയിച്ചിട്ടുള്ളത് എന്ന് കാണിക്കാനാണ് ഞാൻ ഈ പറയുന്നത്. നമ്മുടെ ഉള്ളിന്റെ ഉള്ളിലൊക്കെ ഓരോ കഴിവുകളുണ്ട്, നമ്മളൊന്നും പുറത്തെടുക്കുന്നില്ല. ഓക്കെ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് സ്വപ്നം കാണണമെങ്കിൽ ഈ എംപ്ലോയീസ് കാറ്റഗറിയിലെ അല്ലെങ്കിൽ സെൽഫ് എംപ്ലോയീസ് ആയിട്ടുള്ള രീതിയിൽ സ്വപ്നം കണ്ടാൽ ഇതൊന്നും നടക്കില്ല മക്കൾ. അതിന് നമ്മൾ എക്സ്ട്രാ എന്തെങ്കിലും നേടിയെടുക്കണം. ഇതുപോലത്തെ വീടുകള് ഇതൊക്കെ നമുക്ക് ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ നമ്മുടെ നിലവിലുള്ള സാഹചര്യത്തിന് വരുമാനത്തിന് പറ്റൂല. അതിന് നമ്മൾ വരുമാനം ഉണ്ടാക്കണം. 2,10,000 തുടർച്ചയായിട്ട് കിട്ടിയാൽ ഇതൊക്കെ നമ്മൾ പോകും. ഈ രാജ്യങ്ങളൊക്കെ നമ്മളും കാണും. ഈ ചൈന വൻമതിലൊക്കെ നമ്മളെ കാലിന്റെ ചോട്ടിലാവും. പക്ഷെ 2,10 കിട്ടണം തുടർച്ചയായിട്ട്. അതിന് എത്ര ആള് വേണം? ഒരു ഓർഗനൈസേഷൻ 2,000 ആള് മതി. അവര് 1,000 രൂപയുടെ സാധനം വാങ്ങിയാൽ മതി ഇതൊക്കെ ചെയ്യാന്, അല്ലെ? ഇതൊക്കെ ജീവിതത്തില് നമ്മുടെ കപ്പാസിറ്റി എന്ന് പറയുന്നത് ഹ്യൂമൻ കപ്പാസിറ്റി, സ്റ്റേറ്റ് ഓഫ് മൈൻഡ്, നമ്മുടെ ഒരു എന്താ പറയാ ഒരു ചിന്തയാണ് നമ്മുടെ മനസ്സ് എന്ന് പറയുന്നത്. നമ്മൾക്ക് ചെയ്യാൻ വിചാരിച്ചാൽ ഒരുപാട് അവസരങ്ങൾ ഉണ്ടാവും, ഇല്ലെങ്കിൽ ഒരുപാട് തടസ്സങ്ങളും ഉണ്ടാവും. നമ്മുടെ മനസ്സാണ് ഇതൊക്കെ തീരുമാനിക്കുന്നത്. ബിലീവ് യു ക്യാൻ സക്സീഡ്. നിങ്ങൾ വിശ്വസിക്കുക, നിങ്ങൾ വിജയിക്കുക. സമയമെടുക്കും. പശുവിന്റെ കാര്യം ഓർത്തു വെച്ചോളൂ എല്ലാവരും. There are no half-hearted champions in the world. If you believe, you can even move the mountains. How is not a very important thing. എങ്ങനെയാണെന്നുള്ളതൊന്നും അതിലൊരു പ്രസക്തിയേ ഇല്ല. നിങ്ങൾ വിചാരിച്ചോ, നിങ്ങൾ വിശ്വസിച്ചോ, ഇന്നല്ലെങ്കിൽ നാളെ ഞാൻ അച്ചീവർ ആവും. ചിലപ്പോ ഒരു 5 വർഷം പിടിക്കും, ചിലപ്പോ 10 വർഷം പിടിക്കും, 10 മാസം കൊണ്ടും ആവാം, 10 ആഴ്ച കൊണ്ടും ആവാം. കമ്പനി ബൈനറി 2, 4, 8, 16, 28, 32, 64 അങ്ങനെ പോവുകയാണെങ്കിൽ കമ്പനി കൃത്യമായിട്ട് അത് എന്ന് കംപ്ലീറ്റ് ചെയ്യുന്നു അന്ന് നമുക്ക് അതിന്റെ 17 ലക്ഷം ബിസിനസ് വോളിയം വന്നിട്ടുണ്ടെങ്കിൽ നമുക്കത് കിട്ടും. ഇതൊക്കെ കുറെ വീഡിയോ ആണ്, ഞാനത് പ്ലേ ചെയ്യുന്നില്ല. നമ്മൾ കാലഘട്ടം മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇത് പ്ലേ ആവുമെന്ന് എനിക്കറിയില്ല, ട്രൈ ചെയ്ത് നോക്കട്ടെ. ഇത് സൗണ്ട് കേട്ടില്ലെങ്കിലും നിങ്ങൾ വീഡിയോ കുറച്ചെങ്കിലും കണ്ടിട്ടാവും ഞാൻ വിചാരിക്കുന്നു. എനിക്ക് അറിയാൻ കഴിയില്ല. അതായത് ഇന്ന് ഫ്ലിപ്കാർട്ട്, ആമസോൺ തുടങ്ങിയ സാധനങ്ങളിലൂടെ നമ്മൾ പോസ്റ്റൽ വഴിയോ വണ്ടികൾ വഴി സാധനം പറന്നു വന്ന് പക്ഷികളെ പോലെ പറന്നു വന്നിട്ട് സാധനങ്ങൾ എത്തിച്ചു കൊടുക്കുന്ന കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഇന്ന് നമ്മൾക്ക് 3D പ്രിന്റഡ് വീട് ഇന്ന് നമ്മൾക്ക് അവൈലബിൾ ആണ്. കേരളത്തിലടക്കം ഇത് എത്തി. നമ്മൾ വീട് ഓർഡർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവര് വണ്ടിയിൽ വണ്ടി കൊണ്ട് വണ്ടിയിൽ വീടിന്റെ പാനല് മറ്റൊക്കെ കൊണ്ട് ഫിറ്റ് ചെയ്ത് താമസിപ്പിക്കാൻ പറ്റും. ഇന്ന് അങ്ങനത്തെ വീടുകളും ഇന്ന് വളമിടാനും പിന്നൊക്കെ ഇന്ന് മെഷീൻസ് ആണ്, റോബോട്ടുകളാണ്, പാത്രം കഴുകുന്ന അടക്കം. ഇന്ന് ആലോചിച്ച് നോക്കൂ, ഇതൊക്കെ ഈ കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചു പോകുന്നത്.
ഇതൊരു ഫ്ലാറ്റ് സമുച്ചയമാണ്. അവിടുത്തെ കുട്ടി വരുന്നത് നോക്കും, അടിയിലൂടെ മെട്രോ വരുന്നു, മെട്രോയിൽ നിന്ന് ലിഫ്റ്റ് പൊങ്ങി വരുന്നു, ലിഫ്റ്റിൽ നിന്ന് കുട്ടി ഇറങ്ങുന്നു, നേരെ ബെഡ്റൂമിലേക്ക്. ഇത് സംഭവിക്കുമെന്ന് ചോദിച്ചാൽ സംഭവിക്കും. അങ്ങനെ ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ. ഇപ്പൊ നമ്മൾ ആശുപത്രികളാണ് ക്യൂ നിൽക്കുന്നത്. എന്തിന്? രോഗം മാറാൻ. നാളെ വെൽനസ് ആശുപത്രികളിൽ നമ്മുടെ രോഗം വരാതിരിക്കാനുള്ള സ്ഥലങ്ങളിലേക്ക് നിൽക്കും. നമ്മൾ വെൽനസ്സാണ് പ്രൊമോട്ട് ചെയ്യുന്നത്. കാരണം നമ്മുടെ പ്രോഡക്റ്റുകൾ വെൽനസ് പ്രോഡക്റ്റുകളാണ്, ആളുകൾക്ക് ആവശ്യമുള്ളതാണ്. ആവശ്യമില്ലാത്ത ഒരു സാധനവും നമ്മൾ കൊടുക്കുന്നില്ല. അപ്പോ ഫ്യൂച്ചറിലേക്കുള്ള ഒരു ചവിട്ടുപടിയാണ് നമ്മൾ അറിഞ്ഞോ അറിയാതെയോ വന്നിട്ടുള്ള ഈ ഒരു MA ലൈഫ് സ്റ്റൈൽ എന്ന് പറയുന്ന ഈ ഒരു കമ്പനിയും അതേപോലത്തെ ഡയറക്ട് സെല്ലിംഗ് എന്ന് പറയുന്ന ഈ ഒരു പ്ലാറ്റ്ഫോം. അപ്പോ മില്യൺ കണക്കിന് ആളുകളുടെ, അല്ലെങ്കിൽ യു ക്യാൻ ബി എ മില്യണയർ ഇഫ് യു ആർ ഇൻ വെൽനസ് ബേസ്ഡ് ബിസിനസ്. ദ നെക്സ്റ്റ് ബിഗ് തിങ്. ഇത്ര മാത്രമേ എനിക്ക് പറയാനുള്ളൂ. വലിയ അവസരങ്ങളാണ് നമ്മുടെ മുന്നിലുണ്ട്. കാരണം ലോകത്തിൽ വെൽനസിന്റെ സാധ്യത തിരിച്ചറിഞ്ഞത് കോവിഡിന് ശേഷമാണ്. രോഗപ്രതിരോധ ശേഷി ഉണ്ടെങ്കിൽ രോഗങ്ങളെ പ്രതിരോധിക്കാൻ നമുക്ക് കഴിയും. അതുകൊണ്ട് തന്നെ എല്ലാവരും ഇത് വളരെ സീരിയസ് ആയി ഏറ്റെടുക്കുക. തൽക്കാലം ഞാനിവിടെ നമ്മുടെ പ്രസന്റേഷൻ ഞാൻ അവസാനിപ്പിക്കുന്നത് പുതിയ കാര്യങ്ങളൊന്നുമല്ല, കാര്യങ്ങൾ തന്നെയാണ്. ഞാനതൊന്ന് എന്റേതായിട്ടുള്ള ശൈലിയിൽ ഞാനൊന്ന് അവതരിപ്പിച്ചു എന്ന് മാത്രം ഓർക്കുക. എല്ലാറ്റിനും സമയമുണ്ട്, നല്ല സമയം വരാനുണ്ട് മോനെ ദിനേശ. തൽക്കാലം നിൽക്കുന്നു. താങ്ക് യു. ഓവർ ടു MC. താങ്ക് യു. ഓക്കെ, താങ്ക് യു സാർ. വളരെ നല്ല രീതിയിൽ രാവിലെ തന്നെ നമുക്ക് അതിന്റെ കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലാക്കി തന്ന്, കഥയിലൂടെയും കാര്യത്തിലൂടെയും നമുക്ക് ആ ഒരു കാര്യത്തെ മനസ്സിലാക്കി തന്ന സാറിന് ഒരുപാട് നന്ദി. ഇത് തിരിച്ചറിവാണ് വേണ്ടത്, അറിവല്ല എന്നുള്ളത് കാര്യം വ്യക്തമാണ്. നമ്മൾ ഓരോരുത്തരും, ഞാനടക്കം, സാർ പറഞ്ഞ പോലെ നമ്മളടക്കം എല്ലാവർക്കും വേണ്ടത് തിരിച്ചറിവാണ്. പക്ഷെ ഇന്ന് ജനങ്ങൾക്ക് ഇല്ലാത്തതും അതാണ്. ആ തിരിച്ചറിവ് ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ് നമ്മളെ പോലുള്ള എല്ലാവരുടെയും ലക്ഷ്യം. എല്ലാവർക്കും നല്ലൊരു വിജയം ഉണ്ടാവട്ടെ.